अथ सप्तमोऽध्यायः। श्रीभगवानुवाच मय्यासक्तमनः पार्थ योगं युञ्जन्मदाश्रयः असंशयं समग्रं मां यथा ज्ञास्यसि तच्छृणु। ज्ञानं तेऽहं सविज्ञानम् इदं वक्ष्याम्यशेषतः यज्ञात्वा नेह भूयोऽन्यत् ज्ञातव्यमवशिष्यते। मनुष्याणां सहस्रेषु कश्चिद्यतति सिद्धये यततामपि सिद्धानां कश्चिन्मां वेत्ति तत्त्वतः। भूमिरापो निलो वायुः घं मनो बुद्धिरेव च अहङ्कार इतीयं मे भिन्ना प्रकृतिरष्टधा। अपरेयमितस्त्वन्यां प्रकृतिं विद्धि मे परां जीवभूतां महाबाहो येतं धार्यते जगत्। एतद्योनीनि भूतानि सर्वाणीत्युपधारय अहं कृष्णस्य जगतः प्रभवः प्रलयस्तथा। मत्तः परतरं नान्यत् किञ्चिदस्ति धनञ्जय मयि सर्वमिदं प्रोतं सूत्रे मणिगणा इव। रसोऽहमप्सु कौन्तेय प्रभास्मि शशिसूर्ययोः प्रणवः सर्ववेदेषु शब्दखे पौरुषं दृशु। पुण्यो गन्धः पृथिव्यां च तेजश्चास्मि विभावसौ जीवनं सर्वभूतेषु तपश्चास्मि तपस्विषु। बीजं मां सर्वभूतानां विद्धि पार्थ सनातनं बुद्धिर्बुद्धिमतामस्मि तेजस्तेजस्विनामहम्। श्री भगवानुवाच मय्यासक्तमनः पार्थ योगं युञ्जन् मदाश्रयः असंशयं സമഗ്രം മാം യഥാ ജ്ഞാസ്യസി തച്ഛൃണു. 7-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഭഗവാന്റെ വചനമാണ് ആദ്യമായിട്ട് വരുന്നത്. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറഞ്ഞു, മയി ആസക്തമനാഹ, എന്നിൽ പ്രവേശിച്ചതായ മനസ്സോടുകൂടിയവനായിട്ട്, ഹേ പാർത്ഥ, അല്ലയോ പാർത്ഥ, യോഗം യുഞ്ചൻ, യോഗത്തെ അനുഷ്ഠിക്കുന്നവനായിട്ട്, മതാശ്രയ, എന്നെ ആശ്രയിക്കുന്നവനായിട്ട്, യോഗം ചെയ്യുന്നവനായിട്ട്, അസംശയം സമഗ്രം മാം, സംശയം കൂടാതെ പൂർണ്ണമായിട്ടും, മാം എന്നെ, യഥാജ്ഞാസ്യസി എപ്രകാരമാണോ അറിയുന്നത്, തശ്ശൃണു അത് കേൾക്കുക. ഇപ്പോൾ ഈ 6 അധ്യായം കഴിഞ്ഞതോടു കൂടിയിട്ട് ഭഗവാന് ഈശ്വര തത്വ നിരൂപണം എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മള് ഇതുവരെയും നമ്മൾ കണ്ടിരുന്നത് ഈ ആത്മതത്വ നിരൂപണം, അതായത് ജീവാത്മതത്വ നിരൂപണത്തിന്റെ ഭാഗമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇനിയുള്ള വരാൻ പോകുന്ന ഭാഗത്താണ് ഈ ഈശ്വര തത്വ നിരൂപണം എന്ന് പറയുന്നത് വരുന്നത്. അപ്പൊ ഈശ്വര തത്വ നിരൂപണം എന്ന് പറയുമ്പോൾ ഈ സ്ഥൂല പ്രപഞ്ചം, അതുമായിട്ട് ഈശ്വരനുമായിട്ടുള്ള ബന്ധം, പിന്നീട് ഈ ദൃഷ്ടാവായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭഗവാന് മയ്യാസക്ത മനാഹ, എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി എന്ന് പറയുമ്പോൾ അവിടെ ഈ ഈശ്വരനിൽ പ്രതിഷ്ഠിതമായ മനസ്സ് എന്ന് പറയുമ്പോൾ മുക്തി അല്ലെങ്കിൽ സത്യദർശനം എന്നുള്ളത് മുഖ്യമായിട്ടെടുത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഭാഗം വരെ എത്താൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത്. കാരണം ഇവിടെ നമ്മൾ ഈ ആത്മവിചാരം ചെയ്യുന്ന ശാസ്ത്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആദ്യം ഭാഗങ്ങളിലൊക്കെ കൂടെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ എല്ലാം മനസ്സിലായി ഇതൊരു തോന്നലുണ്ടാവും. പക്ഷെ അത് പിന്നീട് വരുന്ന ഭാഗങ്ങളായിരിക്കും അതിനെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ രണ്ടാമത് വരുന്ന ഭാഗങ്ങൾ, 2-ാം ഭാഗം എന്ന് പറയുന്നില്ല, രണ്ടാമത് പിന്നീട് വരുന്ന ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി മനസ്സിലായെങ്കിൽ മാത്രമേ ആദ്യം പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരത്തുള്ളൂ. അതുകൊണ്ട് ഇനിയും പറയാൻ പോകുന്ന ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ 1-2 പ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത്. അത്
മാം സമഗ്രം എന്നുള്ള പ്രയോഗം നടത്തുന്നുണ്ട്. എന്നെ പൂർണ്ണമായിട്ട് അറിയുവാൻ, മാം സമഗ്രം യഥാജ്ഞാസ്യസി, എന്നെ പൂർണ്ണമായിട്ട് അറിയുവാൻ എങ്ങനെ കാണാൻ സാധിക്കുന്നു, അറിയാൻ സാധിക്കുന്നുവോ. കാണുക എന്ന് പറയുന്നത് അറിയുക എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അറിയാൻ സാധിക്കുന്നുവോ. തശ്രുണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോൾ ഭഗവാൻ പറയുന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടെ മനസ്സിലായെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന്. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാം യശേഷതഃ യജ്ഞാത്വാ നേഹഭൂയോന്യത് ജ്ഞാതവ്യമവശിഷ്യത്തെ. ജ്ഞാനം തേഹം ജ്ഞാനം തേഹം സവിജ്ഞാനം ഇതം വക്ഷ്യാമി അശേഷതഃ. ഇതം ജ്ഞാനം, ഈ ജ്ഞാനത്തെ, സവിജ്ഞാനം, ഇതം ജ്ഞാനം സവിജ്ഞാനം, വിജ്ഞാനത്തോടുകൂടിയ ഈ ജ്ഞാനത്തെ തേ നിനക്കായി അഹം വക്ഷ്യാമി ഞാൻ പറയാം. യജ്ഞാത്വാ യാതൊന്നറിഞ്ഞാൽ ന ഇഹ ഇവിടെ, ഭൂയഃ വീണ്ടും, അന്യത്ത് ജ്ഞാതവ്യം മറ്റൊന്നറിയേണ്ടതായിട്ട്, ന ഇഹയുടെ നാ എടുക്കണം, ന അവശിഷ്യതേ അവശേഷിക്കുന്നില്ലയോ. അതായത് പൂർണ്ണമായ ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിജ്ഞാനസഹിതമായ ജ്ഞാനത്തെ ഞാൻ ഇവിടെ നിനക്ക് ഉപദേശിച്ചു തരാം എന്ന്. അപ്പോൾ എന്താണ് ഈ പൂർണ്ണജ്ഞാനം? പൂർണ്ണജ്ഞാനം എന്ന് പറയുമ്പോൾ അവിടെ ഈ ബ്രഹ്മാത്മ ഐക്യജ്ഞാനമാണ് പൂർണ്ണജ്ഞാനം. അപ്പോൾ ആ പൂർണ്ണജ്ഞാന പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈശ്വരതത്വ നിരൂപണം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭഗവാൻ ഇവിടെ ജ്ഞാന വിജ്ഞാന സഹിതം എന്നുള്ള ആ പ്രയോഗം നടത്തിയിരിക്കുന്നത്. സവിജ്ഞാനം വിജ്ഞാനസഹിതം ഇതം ജ്ഞാനം, ഈ ജ്ഞാനത്തെ ഞാൻ ഉപദേശിക്കാം, വക്ഷ്യാമി ഞാൻ പറയാൻ പോകുന്നു. ഇനി ഈ ജ്ഞാനത്തിന്റെ പ്രത്യേകത, യജ്ഞാത്വാ ഈ ജ്ഞാനം യാതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ജ്ഞാതവ്യം ന അവശിഷ്യത്തെ, ഇനി അറിയേണ്ടതായിട്ടൊന്നുമില്ലാത്തതായി തീരുന്നു. ഇതാണ് പൂർണ്ണജ്ഞാനം എന്ന് പറയുന്നത്. ഏതൊരു അറിവ് നേടിക്കഴിഞ്ഞാൽ നമുക്കിനി അറിയേണ്ടതായിട്ടൊന്നുമില്ലയോ ആ അറിവാണ് ഭഗവാൻ ഇപ്പോൾ തരാൻ പോകുന്നത്. അപ്പൊ നമുക്കിവിടെ ഇവിടെ നമുക്ക് ഈ ഈശ്വരനെ കുറിച്ചുള്ള അറിവല്ലേ നൽകുന്നുള്ളൂ. ജഗത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് മറ്റു ശാസ്ത്രങ്ങൾ മുഖേനയാണല്ലോ. അപ്പോൾ ഈശ്വരജ്ഞാനം നമുക്ക് കിട്ടി എന്നുള്ളത് ശരിയാണ്. പൂർണ്ണജ്ഞാനം ഈശ്വരജ്ഞാനം നമുക്ക് ഈ ശാസ്ത്രത്തിലൂടെ കിട്ടും. പക്ഷെ ജഗത്തിനെ കുറിച്ചുള്ള അറിവ് നേടുവാൻ വേണ്ടിയിട്ട് മറ്റു വിഷയങ്ങളെ ആശ്രയിക്കണമല്ലോ. അപ്പൊ നമ്മൾ അവിടെ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ കാര്യത്തെ അറിഞ്ഞുകൊണ്ട് കാരണത്തെ അറിയുക, കാരണത്തെ അറിഞ്ഞുകൊണ്ട് കാര്യത്തെ അറിയുക, ഇപ്രകാരം ഉള്ള കാര്യകാരണ ബന്ധത്തിന്റെ സൂക്ഷ്മതലങ്ങളിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. അതിനാൽ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഈ വളരെയധികം സത്വബുദ്ധി വന്നവർക്ക് മാത്രമേ ഈ ശാസ്ത്രങ്ങൾ ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങാൻ പറ്റത്തുള്ളൂ. അല്ല ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ പൂർണ്ണജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പൂർണ്ണജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നത് കാര്യങ്ങൾ നിസ്സാരമായിട്ടല്ലാത്തത് കൊണ്ടാണ് ഭഗവാന് ഈ സവിജ്ഞാനമെന്നും ജ്ഞാതവ്യം എന്ന അവശിഷ്യതയെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലങ്ങളാണ്. ഇവിടെ ശ്രദ്ധ കൊടുക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഭഗവാൻ പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞ രീതിയിൽ കൂടെ നമ്മൾ കാണാൻ ശ്രമിക്കണം. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പോൾ അത് നല്ലപോലെ നമുക്ക് ഇതിനകത്ത് കടന്നുപോയി ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കാര്യം നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഭഗവാൻ എങ്ങനെയാണ് അതിന്റെ ഈശ്വര ദർശനം കാണിക്കുന്നത്, ഈശ്വര ദർശനം എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്നതാണ് പറയുന്നത്. അതായത് ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങളിലൂടെ നമ്മള് ഈ വ്യവഹാരത്തില് എന്തെല്ലാം നമ്മള് ഇടപെടുന്നുണ്ടോ അവയിലെല്ലാം ഈശ്വരൻ എങ്ങനെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കാണിച്ചു തരുന്നതാണ് ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഈശ്വര ദർശനം എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ അദ്വൈത ദർശനം അല്ലെങ്കിൽ ഈശ്വര ദർശനം എന്ന് പറയുന്നത് സാധ്യമാവുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ഇനിയും വരാൻ പോകുന്ന ശ്ലോകങ്ങളിലുള്ളത്. അപ്പൊ അതിലേക്ക് എത്തുന്നത് എത്ര പ്രയാസകരമായിട്ടുള്ളതെന്നാണ് ഭഗവാൻ ഇനി പറയുന്നത്. മനുഷ്യാണാം സഹസ്രേഷു
കശ്ചിദ്യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. അതായത് 7-ാം അധ്യായം 3-ാമത്തെ ശ്ലോകത്തിൽ എത്തുമ്പോഴാണ് ഭഗവാൻ പറയുന്നത് മനുഷ്യാണാം സഹസ്രേഷു ആയിരക്കണക്കിന് ആൾക്കാരില്, മനുഷ്യാണാം സഹസ്രേഷു ആയിരക്കണക്കിന് മനുഷ്യരില്, കശ്ചിത് ചിലരാണ്, യതതി സിദ്ധയെ സിദ്ധിക്ക് വേണ്ടിയിട്ട്, ഈശ്വരജ്ഞാനമാണ് ഇവിടുത്തെ സിദ്ധി, ആ ഈശ്വരജ്ഞാനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരുവൻ, ഏതാനും പേർ, അനേകേഷു എന്ന്. യതതാമപി സിദ്ധാനാം അങ്ങനെ പ്രയത്നിക്കുന്ന ആൾക്കാരിൽ കശ്ചിത്ത് ഒരുവൻ മാം വേത്തി തത്വതഃ എന്നെ അറിയേണ്ടതുപോലെ, തത്വതഃ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അറിയേണ്ടതുപോലെ അറിയുന്നു. ആയിരക്കണക്കിന് ഭക്തന്മാരുണ്ട്, പക്ഷെ ആ ഭക്തന്മാരെ ഒന്നും ഭഗവാൻ ഇവിടെ കൂട്ടിയില്ല. ഭഗവാൻ ഇവിടെ ആയിരക്കണക്കിന് മനുഷ്യാണാം സഹസ്രേഷു ആയിരക്കണക്കിന് ആൾക്കാരിൽ സിദ്ധയെ കശ്ചിത്യതത്തി ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരുവനായിരിക്കും അവിടെ സിദ്ധിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. അങ്ങനെ പ്രയത്നിക്കുന്നവരിൽ ഒരുവനായിരിക്കും മാം വേത്തി തത്വ എന്നെ അറിയേണ്ടതുപോലെ അറിയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഭക്തനായിട്ടിരിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആവശ്യമാണ്. നമുക്കൊരു ഒന്ന് ആഴത്തിലിറങ്ങി ചിന്തിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു പ്രയോഗം നടത്തിയത്, തത്വതഃ എന്നുള്ള പ്രയോഗം നടത്തിയത്, കശ്ചിൻ മാം വ്യത്തി എന്നുള്ള പ്രയോഗം നടത്തിയത്. അതായത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒട്ടുമുക്കാലും ഭക്തന്മാർക്കും ഇവിടെ അവർക്ക് ഭജന തത്പരരായിട്ട് അവർ ഭജനോത്സവത്തിന്റെ ഭാഗഭാക്കുകളായിട്ട് അവർ പോകുന്നു. അവർക്കത് മതി എന്നുള്ളത് ഭഗവാനിന്റെ ഏതെങ്കിലും തരത്തിലൊരു കുറവുണ്ടെന്ന് ഭഗവാൻ പറയുന്നുമില്ല ഇവിടെ. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് അവിടെ ഒരു ആനന്ദമുണ്ട്. അപ്പൊ കേവല ആനന്ദഭുക്കുകളായിട്ട്, ആനന്ദ തത്പരരായിട്ട്, ആനന്ദത്തെ കാക്ഷിക്കുന്നവരായിട്ടൊക്കെ പോകുന്ന ഒരു ഭജനയില്, ഈശ്വര വിചാരത്തില്, ഈശ്വര ദർശനത്തിൽ, അവരുടെ ദർശനം എന്ന് പറയുന്നത് കൺമുമ്പിലാണ്. യഥാർത്ഥത്തിൽ കണ്ണിന്റെ മുന്നിൽ ഒരു രൂപദർശനം, അല്ലെങ്കിൽ ചിത്രം, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലിംഗങ്ങൾ, അടയാളങ്ങള്, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം അവർക്ക് നയനാനന്ദകരമായിട്ട് നിൽക്കുന്നു. അതല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് കാണിക്കുന്ന നാടകങ്ങളോ കലാരൂപങ്ങളോ അവയും ഇതേമാതിരി ഈശ്വര ദർശനത്തിലേക്ക് പോകുന്നു. അതായത് ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ണിക്കണ്ണ വേഷം കെട്ടിക്കൊണ്ട് കയ്യിൽ എണ്ണയൊക്കെ പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് നിൽക്കി കഴിയുമ്പോൾ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് അവർക്ക് അവരുടെ മനസ്സ് കൃഷ്ണനും ഗുരുവായൂരപ്പനും മുന്നിൽ നിൽക്കുന്ന കുട്ടിയും എല്ലാം ഒരു ഏകത്വം പ്രാപിക്കുന്നു. അതിലൂടെ അവരൊരു സന്തോഷവും കാണുന്നു. അവർക്ക് അതിനൊരു സന്തോഷമുണ്ട്. വീണ്ടും വീണ്ടും അത് നല്ല കുട്ടി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ അത് പോകുന്നു. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഇതൊരു ബാഹ്യമായിട്ടുള്ള ദർശനത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഭാവവൃത്തികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന്, മനോവൃത്തികളൊക്കെ കൊണ്ടുവന്നിട്ട് ഭക്തി എന്ന് പറയുന്ന വികാരരൂപമായ ഭക്തിയാണത്. അതാണ് നമ്മള് ഈ താത്വികമായിട്ടുള്ള ദർശനവും വികാരരൂപമായ ഭക്തിയും തമ്മിൽ ഒരു നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നത്, ഇവിടെ താത്വികമായിട്ട് എന്നെ പൂർണ്ണമായിട്ടും എങ്ങനെ അറിയാം എന്നാണ്. വികാരപരമായിട്ട്, അതായത് രസവികാരത്തോടു കൂടിയിട്ട്, ഭക്തിവികാരത്തോടു കൂടിയിട്ട്, പ്രിയമായിട്ട്, അങ്ങേറ്റം പ്രിയമാണെന്ന് നമ്മൾ ഉദ്ഘോഷിച്ചുകൊണ്ട് നിരന്തരമായ ഈശ്വര രൂപസങ്കല്പത്തിൽ അമഗ്നമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഭഗവാൻ ഇനി പറയാൻ പോകുന്ന ഭാഗങ്ങള്. അത് രണ്ടും രണ്ടെന്ന് പറഞ്ഞ് വേറെ വേറെ തലങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് യതതാമപി സിദ്ധാനാം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ തലമെത്തി, അനേകം പേര് യത്നിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ തലമെത്തി. അതായത് ഈശ്വരന്റെ രൂപത്തിലോ ഈശ്വര നാമത്തിലോ അല്ലെങ്കിൽ ഈശ്വര സ്മരണയിലോ എന്തെങ്കിലും ആവട്ടെ, എന്തിലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതിന് നാനാത്വങ്ങളുണ്ട്, അതിൽ ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതിലെങ്കിലും തത്പരനായിക്കൊണ്ട് തീർത്ഥയാത്രകൾ നടത്തുന്നോ അല്ലെങ്കിൽ
അതേമാതിരി ഭാഗവത പാരായണം, രാമായണ പാരായണം ഇങ്ങനെയുള്ളത് നടത്തുന്നു. എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും യത്നം ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ ഇവിടെ യതതാം അപി സിദ്ധാനാം എന്നുള്ള ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. യത്നം ചെയ്യുന്നവരിൽ യതതാം അപി, ഈ സിദ്ധാനാം എന്ന് പറയുന്നതും ഭക്താനാം എന്ന് പറയുന്നതും ഒന്നിച്ച് തന്നെ എടുത്താൽ ഒരേ അർത്ഥത്തിൽ തന്നെ എടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ യത്നം ചെയ്യുന്നവരെ സിദ്ധന്മാരും തന്നെയാണ് ഭഗവാനും പറഞ്ഞിരിക്കുന്നത്. യതതാമപി സിദ്ധാനാം, അവര് ആ ഫസ്റ്റ് ലെവൽ ഓഫ് സിദ്ധി എന്ന് പറയുന്നത് അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ആദ്യ ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. ഭഗവാനിൽ ആമഗ്നമായ മനസ്സ് കിട്ടിയല്ലോ, അത് തന്നെ ഒരു വലിയ സിദ്ധിയായി മാറി. ഇനി ആ ഭഗവാനെ താത്വികമായിട്ട് അവർ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരും ഭഗവാനും തമ്മിലുള്ള അകലം ഒന്ന് കുറഞ്ഞു കിട്ടി. സംസാരത്തിൽ നിന്നും അവർ വിട്ടു നിൽക്കുകയും ചെയ്തു. ഭഗവാൻ ആണ് എന്നുള്ള സങ്കല്പത്തിൽ അവരെ തന്നെ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ അവർ തത്വത്തിൽ ഭഗവാനിൽ പൂർണ്ണമായിട്ടും ഭഗവത് സ്വരൂപത്തെ അറിയുന്നുമില്ല. ഇപ്രകാരമുള്ള മധ്യവർത്തികളായിട്ടാണ് അവരുടെ ഒരു സ്ഥിതി. അങ്ങനെയുള്ളവരാണ് ഭഗവാൻ ഇവിടെ സിദ്ധന്മാരെന്ന് തന്നെ പറഞ്ഞത്. അവർക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാവത്തില്ല എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറയുകയുണ്ടായി. അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പ്രയത്നം അവർക്ക് പൂർണ്ണതയിലെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ യോഗിനാം അപി കുലെ എന്നുള്ള ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതായത് അവർ യോഗഭ്രഷ്ടരായിട്ട് അവർക്ക് പുനർജന്മം, സജ്ജന്മം, പുണ്യപ്രാപ്തി ഇവയെല്ലാം തന്നെ അവർക്ക് പൗർവദേഹികം പുണ്യം ലഭത്തെ എന്നുള്ളത് അഹം സംയോജയാമി എന്ന് വേണമെങ്കിൽ ചേർത്ത് ഭഗവാൻ തന്നെ അവിടെ അവർക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതൊക്കെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെ എല്ലാവരും ഭഗവാന് ഭക്താനാം വാ സിദ്ധാനാം, ഭക്തന്മാരാവട്ടെ സിദ്ധന്മാരാവട്ടെ അങ്ങനെയുള്ള പ്രയത്നിക്കുന്നവരുണ്ട്. അപ്പൊ ആ ഒരു പ്രയത്ന തലം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ലാഘവമുണ്ട്. അതായത് അതിനകത്തൊരു സുഖം പാരായണ സുഖം എന്ന് പറഞ്ഞൊരു സുഖമുണ്ട്. നമ്മൾക്ക് ഈ തരത്തിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കേണ്ടത് ആവശ്യമില്ല. അതുകൊണ്ടാണ് പ്രയത്നം ഇവിടെ ഈശ്വര വിചാരത്തിന് പ്രയത്നത്തിന്റെ ആവശ്യം കൂടാതെ പാരായണം അല്ലെങ്കിൽ ജപം തുടങ്ങിയവയില് അല്ലെങ്കിൽ വെറും ഒരു പൂജയിലാണ്, വെറും എന്നുള്ള പറയേണ്ട കാര്യമില്ല, പൂജയില് തത്പരനായിട്ട് നിൽക്കുന്നു. അപ്പം പൂജയിൽ തത്പരനായിട്ട് നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ പൂജാ സാമഗ്രികൾ ഒരുക്കുന്നതിനകത്ത് താല്പര്യം കാണുന്നു. അതേമാതിരി വിഭവങ്ങള് ഉണ്ടാക്കിയെടുക്കുന്നതിനകത്ത് അവൽ വിളയിച്ചെടുക്കുക തുടങ്ങിയ എല്ലാം അതിൽ പെട്ടു. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം അവിടെ ഈശ്വര സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് പുണ്യപ്രാപ്തിക്ക് ഉപകരിക്കുന്നതായിട്ട് അവയെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അവരെയെല്ലാം ഇവിടെ ചേർത്തിരിക്കുന്നത് സിദ്ധാനാം എന്നുള്ള ആ പ്രയോഗത്തിൽ അവരെല്ലാം നമുക്ക് പെടുത്താൻ പറ്റും. യതതാമപി സിദ്ധാനാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ആധ്യാത്മിക സാധകരും അതിൽ പെട്ടു എന്ന്. ഇത്രയുള്ള സംഭവം. സകല ആധ്യാത്മിക സാധകരെയും കൂടെ ആധ്യാത്മികതയിൽ ഏതേതെല്ലാം ഇപ്പൊ യോഗ ചെയ്യുന്നവരാണെങ്കിലും ശരി, അതല്ല മറ്റേതെങ്കിലും വിധത്തില് ആധ്യാത്മിക സാധന ചെയ്യുന്നവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയങ്ങളിലേക്ക് പോയിട്ട് അവധൂതന്മാരായിട്ട് നടക്കുന്നവരും പക്ഷെ സാധകരാണ് എങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അവരെല്ലാം കൂടെ പെടുത്തിയിരിക്കുന്ന ഒരു പ്രയോഗമാണ് ഭഗവാൻ യതതാമപി സിദ്ധാനാം എന്ന്. അതുകൊണ്ട് നമ്മൾ ഇതിന് ചെറിയൊരു വാക്യമായിട്ട് എടുക്കരുത്, പകരം എല്ലാ സാധകരെയും കൂടെ ഒറ്റ ഒരു വാക്കിനുള്ളിൽ കൊണ്ടുവന്നു. യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ, അവരിൽ ചിലർക്ക് മാത്രമേ ഭഗവാനെ പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴോ ബാക്കിയുള്ളവരെല്ലാം യതതാം എന്നുള്ള യത്നം ചെയ്യുന്നവരാണ്. അവരെ യത്നം ചെയ്യുന്നവരാണ്, അതിനാൽ അവർ യതിയാണ്. യത്നം ചെയ്യുന്നവരെന്നുള്ള യതിയാണ്, അല്ലെങ്കിൽ സാധകൻ എന്നുള്ള നിലയിൽ അവർ യോഗി തന്നെയാണ്. പക്ഷേ അവര് പൂർണ്ണമായിട്ടും ഭഗവാനെ അറിഞ്ഞവരായിട്ട് മാറുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് തന്നെ കാണുകയുണ്ടായി. ഈ ഭഗവാൻ എന്നിവിടെ പറയുന്നതും പരബ്രഹ്മം എന്ന് പറയുന്നതും തമ്മിൽ വലിയ ഭേദമൊന്നും ഇല്ലാതായിരിക്കും മിക്കവാറും നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ അത് ഏതെങ്കിലും സന്ദർഭത്തിൽ, വേണ്ടുന്ന സന്ദർഭത്തിൽ അത് വേർതിരിച്ച് തന്നെ പറയാൻ പറ്റും. അല്ലാത്ത സന്ദർഭത്തിൽ ഈശ്വരനും പരബ്രഹ്മവും എന്ന് പറയുന്നതും ഒന്നായിട്ടെന്നുള്ള നിലത്ത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാന് എങ്ങനെയാണ് ഈ ഈശ്വര ദർശനം സർവത്ര സാധ്യമാകുന്നത് എന്നത് പറയുന്നു.
ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടഥ. ഭഗവാൻ പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. അതായത് ഭഗവാൻ ഇവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എനിക്ക് പ്രകൃതിയുണ്ട് അർജുന. സിമ്പിൾ. ഇനി ആ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രകൃതി എന്ന് പറയുന്നത് ഇവയൊക്കെയാണ് ആ പ്രകൃതി. ഭൂമി, ആപഹ ജലം. അപ്പൊ ഒന്നാമത്തെ ഭൂതം പൃഥിവി, രണ്ടാമത്തെ ഭൂതം ആപഹ ജലമെത്തി, അനലഹ മൂന്നാമത്തേത് അഗ്നി, നാലാമത്തേത് വായു എത്തി, അഞ്ചാമത് ഖം ആകാശം. അപ്പം ഭൂമിരാപോ നലോ ഖം 5 ഭൂതങ്ങളായി. ഖം മനോബുദ്ധി ഏവച മനസ്സ് ബുദ്ധി. മനസ്സ് 6ാമതെത്തി, ബുദ്ധി 7ാമതെത്തി. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച. മനസ്സ് ബുദ്ധി പഞ്ചഭൂതങ്ങള് ഇത്രയും എത്തിക്കഴിയുമ്പോൾ 7ആയി. ഒന്നുകൂടെയുണ്ട് അഹങ്കാര ഇതീയമ്മേ. അഹങ്കാരവും കൂടി എത്തി. അഹങ്കാരവും കൂടി എത്തിക്കഴിഞ്ഞപ്പോഴോ 8 എണ്ണമായി. ഈ 8 എണ്ണത്തിന്റെ സമാഹാരത്തെയാണ് അഹങ്കാര ഇതീയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടഥ. 8 വിധേന വിഭജിച്ച് നിൽക്കുന്ന എന്റെ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പം ഭഗവാന് ഇവിടെ പ്രകൃതി എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇതൊന്നും ആലോചിച്ച് നോക്കി, ഇത് വലിയൊരു ജമ്പാണ്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നതിനകത്തുനിന്ന് നമ്മളൊരു ക്ലാരിറ്റിയിലേക്കാണ് ഇനി കിടക്കുന്നത്. ഇനിയുള്ളതെന്ന് പറയുന്നത് ഓരോന്നും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റേത് നമ്മൾ ഓരോ ഭാഗവും പറയുമ്പോൾ ജനറലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോഴൊന്നും നമുക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. പക്ഷെ ഇനിയിപ്പോൾ വരുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള ഭാഗങ്ങൾ വ്യക്തമാക്കി തരുന്ന വാചകങ്ങൾ. ഇവിടെ ഒന്നാമത് ഭഗവാനെ തന്നെ പ്രകൃതിയിൽ നിന്നും ഭിന്നനാക്കി കാണിക്കുന്നു. നമ്പർ 1 ഇതാണ്. ഭഗവാൻ വേറെ, പ്രകൃതി വേറെ. അതുകൊണ്ട് എന്റെ പ്രകൃതി എന്നുള്ള ഭഗവാന്റെ പ്രയോഗമുണ്ട്. എന്റെ പ്രകൃതി എന്ന് പറയുന്നതിനകത്തൂടെ ഇത് എന്തൊക്കെയാണോ ഈ പറയാൻ പോകുന്നത് അവ എന്റെ സ്വരൂപത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. അതാണ് എന്റെ പ്രകൃതി എന്ന് പറയുന്നത്. എന്റെ സ്വരൂപത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ എന്റെ സ്വരൂപമല്ലതാനും. അതുകൊണ്ടാണ് ഇതിനെ പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാല് ആ പ്രകൃതിയില് ഏതൊക്കെയാണ് ആ പ്രകൃതി? ഞാൻ കാണുന്ന ലോകം, ഞാൻ കാണപ്പെടുന്ന സൂര്യചന്ദ്രന്മാരെ പ്രകൃതി എന്ന് പറയുന്നതിനകത്ത് എനിക്ക് എളുപ്പമാണ്. പക്ഷേ ഭഗവാൻ അതിൽ ഒതുക്കിയില്ല. ഭഗവാൻ അതിനകത്തൊരു 3 എണ്ണവും കൂടെ ചേർത്തു. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം പെട്ടു. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടു. പക്ഷെ അതിൽ പെടാത്തതായിട്ട് നിൽക്കുന്ന ഈ 3 എണ്ണം എന്ന് പറയുന്നത്, ഒന്ന് മനസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സാണ്, വേറെ അല്ല, മറ്റൊരാളുടെ മനസ്സല്ല. നമ്മുടെ മനസ്സിലേക്ക് എത്തി. അപ്പൊ നമ്മുടെ ശരീരമോ അത് പഞ്ചഭൂതങ്ങളിൽ പെടുത്തി. മനസ്സ്, നമ്മുടെ പ്രാണനോ അതിനെയും പഞ്ചഭൂതങ്ങളിൽ തന്നെ പെടുത്തി. അല്ലാതെ വേറെ എങ്ങും പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഉള്ളത് മനസ്സ് കഴിയുമ്പോൾ പിന്നുള്ളത് ബുദ്ധി. അവിടെ എത്തി. കാരണം ജ്ഞാനവൃത്തികൾ നിൽക്കുന്ന തലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ജ്ഞാനവൃത്തികൾ നിൽക്കുന്ന തലം എന്ന് പറയുമ്പോൾ മനസ്സ് ഒന്നാമത് സംശയരൂപത്തിൽ നിൽക്കുന്നു. രണ്ടാമത് അത് സംശയ വിപര്യ രഹിത രൂപത്തിൽ നിൽക്കുന്നു. അതായത് ജ്ഞാനം വ്യക്തമാക്കപ്പെട്ട ജ്ഞാനതലത്തിൽ നിൽക്കുന്നു. അത് ബുദ്ധിയുമായി. അപ്പോൾ മനസ്സും ബുദ്ധിയും കഴിഞ്ഞാൽ പിന്നീട് നിൽക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവർക്ക് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അഹങ്കാരമാണ്. അടുത്തതായി അഹങ്കാരം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇവിടെ എന്താ പറയുന്നത്? ഭിന്നാ പ്രകൃതിരഷ്ടത. അത് എന്റെ 8ാമത്തെ പ്രകൃതിയാകുന്നു അർജുന എന്ന്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ അഹങ്കാരം ഭഗവാന്റെ പ്രകൃതിയാവുന്നത്. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ പ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഭഗവാന്റെ പ്രകൃതിയിൽ 1 ആകാശം, 2 വായു, 3 അഗ്നി, 4 ജലം, 5 പൃഥിവി വരെ എത്തിക്കഴിയുമ്പോൾ ഇവയെല്ലാം നമുക്ക്
അന്യം എന്ന പോലെയുള്ള പ്രതീതിയാണ്. അതുകൊണ്ട് ഭഗവാനും ഭഗവാന്റെ പ്രകൃതി എന്ന് പറഞ്ഞു. പക്ഷെ മനസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കുന്നു അത് ഭഗവാന്റെ പ്രകൃതിയാണ് എങ്കിൽ ഞാൻ വിചാരിക്കുന്നു എന്ന് എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഞാൻ പറയുന്നു എന്നല്ല അതിനകത്ത്. അപ്പൊ അത് ഭഗവാന്റെ പ്രകൃതിയുടെ പ്രകടനമാണ്, മനോരൂപത്തിൽ നിൽക്കുന്നത്, മനസ്സായി നിൽക്കുന്നത്. അതായത് എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രകൃതിയാണ്. അങ്ങനെ വരുമ്പോൾ ആ പ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നു. ഈ ഒരു ജീവൻ എന്ന് പറയുന്ന ആ വ്യക്തിയോടൊപ്പം നിൽക്കുന്നു. ഭഗവാന്റെ പ്രകൃതി ഭഗവാനോടൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യം കേട്ടത്. ഇപ്പോൾ അത് മനോരൂപത്തില്, പഞ്ചഭൂതങ്ങളുടെ രൂപത്തില് ഒന്ന് നോക്കിക്കഴിയുമ്പോൾ അവ ഈ നിൽക്കുന്നത് ഈ ശ്രോതാവിനോട് അല്ലെങ്കിൽ ഈ ഞാനെന്ന് പറയുന്നവനോട് കൂടെ നിൽക്കുന്നു. അപ്പൊ മനസ്സ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് അതിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണല്ലോ ബുദ്ധി. അതുകൊണ്ട് ബുദ്ധിയും ഈ പ്രകൃതി തന്നെ ആകുന്നു. അപ്പൊ 7 പിന്നീടുള്ളതെന്ന് പറയുന്നത് ഇതിനെയെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് ജാഗ്രത അവസ്ഥയിലെ അഹങ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ അഹങ്കാരം എന്ന് പറയുമ്പോൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരം അല്ലിത്. ഈ കർത്തൃത്വാഭിമാനി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് രൂപമാണ്, എപ്പോഴും സ്ഥിരതയുള്ളതാണ്. ഈ കർത്തൃത്വാഭിമാനിക്ക് കർത്തൃത്വാഭിമാനി അഥവാ കർത്താവാണ് ഒരു ഒരു മനുഷ്യനെ, നമുക്ക് മനുഷ്യന്റെ കാര്യം എടുത്താൽ മതി, ഒരു മനുഷ്യനെ നിത്യകർത്താവാക്കിയിരിക്കുന്നത്. മനുഷ്യനെ നിത്യകർത്താവായിട്ടാണ് പറയുന്നത്. അല്ലാതെ അപ്പൊ ആ ഭോക്താ തന്നെ എന്ന് പറയുന്നത് കർത്തൃത്വത്തിന്റെ രൂപമാറ്റമായ ഭോക്താവിനെ കുറിച്ചാണ് പറയുന്നത്. അതിനാൽ ഇവിടെ ഈ അഹങ്കാരം എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് കർത്ത എന്ന സ്ഥാനത്തേക്ക് എത്തി. കർത്ത എന്ന് പറയുമ്പോൾ അഹം എന്നതിലേക്കും എത്തി. അപ്പോൾ ഒരുവൻ അവനവനെ അറിയുന്നതാണ് കർത്താവായിട്ട്. ഒരുവൻ അവനവനെ എങ്ങനെ അറിയുന്നോ, ശ്രോതാവായിട്ട് അറിയുമ്പോൾ ആ അറിയുന്നതാണ് കർത്ത എന്ന് പറയുന്നത്. മന്ദാവായിട്ട് അറിയുമ്പോൾ അവനവൻ മനനം ചെയ്യുന്നത് മനസ്സാണ്. പക്ഷെ മനനം ചെയ്യുന്നതിന് കാരണമായിട്ടല്ലേ മനനം ചെയ്യുന്നവനായിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കർത്താവ് തന്നെയാണ്. കർത്താവിന്റെ രൂപമാറ്റമാണ് ജ്ഞാതാവായിട്ടും, കർത്താവിന്റെ രൂപമാറ്റമാണ് മന്ദാവായിട്ടും ഭോക്താവായിട്ടും ശ്രോതാവായിട്ടും ഒക്കെ നിൽക്കുന്നതെന്ന് മാത്രമേ. അപ്പൊ അവിടെയാണ് ഈ കർത്തൃത്വം എന്ന് പറയുന്നത് വരുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു അതെന്റെ 8ാമത്തെ പ്രകൃതിയാകുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ എന്താ കാണുന്നത്? അതായത് ഭഗവാൻ പ്രകൃതി, ആദ്യം ഭഗവാന്റെ പ്രകൃതിയുടെ ഗണനത്തില്, ആ കണക്കില് ഇതിനകത്ത് അന്ധക്കരണം പെട്ടു. അതോടൊപ്പം തന്നെ ഈ അഹങ്കാരവും കൂടെ പെട്ടു കഴിയുമ്പോഴത്തേക്ക് അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഞാൻ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. 6 അധ്യായം വരെ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം പിടിച്ചു നിർത്തിക്കൊണ്ട് അഹം ബ്രഹ്മാസ്മി, ശ്വാസം വിട്ടുകൊണ്ട് അഹം ബ്രഹ്മാസ്മി ഒക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മുഴുവൻ തെറ്റായി പോയോ? അത് മുഴുവൻ തെറ്റായി പോയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ശ്വാസം പിടിച്ചു നിർത്താനല്ലോ ഭഗവാൻ പറയും. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്വൈത ദർശനം കിട്ടത്തില്ല. അതിനാണ് ഭഗവാൻ ഇപ്പോൾ ഇവിടെ അദ്വൈത ദർശനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്വൈത ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള വിചാരത്തിലൂടെ ഓരോരോ ഭാഗങ്ങൾ ശരിയാക്കി എടുക്കേണ്ടതാണ്. അല്ലാതെ ഒറ്റയടിക്ക് പാത്രം താഴെ വിട്ടുമ്പോൾ ക്ലിങ്ങൊരു ശബ്ദം കേൾക്കുന്നത് പോലെ അങ്ങനെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നത് പോലെ ഉണ്ടാകുന്ന ഒന്നല്ല അദ്വൈത ദർശനം എന്ന് പറയുന്നത്. അദ്വൈത ദർശനം എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ തലങ്ങളിൽ കണ്ടെത്തണം അദ്വൈത ദർശനം. അപ്പൊ ഇവിടെ ഇപ്പോൾ അങ്ങനെയാണ്. അതായത് ഭഗവാന്റെ പ്രകൃതിയെ വിസ്തരിക്കപ്പെട്ട പ്രകൃതിയെ ഇവയെല്ലാമായിട്ട് കാണുന്നു. അപ്പൊ ഭഗവാനെ എന്താണ് ഇപ്പം പറയുന്നില്ല. ഒന്ന്, പിന്നെ ജീവാത്മാവിനെ കുറിച്ച് പണ്ടേ ഒരുപാട് നമ്മൾ വിശകലനം ചെയ്ത ശേഷം അതും അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ എന്ന് പറയുന്നത് പ്രകൃതിയെ കുറിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ മുമ്പ് നമ്മൾ ജീവാത്മാവിനെ പരബ്രഹ്മമായിട്ടോ പരമാത്മാവായിട്ടോ കേവല ജ്ഞാനസ്വരൂപമായിട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപരാപ്രകൃതിയായിട്ട് പറഞ്ഞിരിക്കുന്ന കർത്തൃത്വത്തെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് കർത്തൃത്വത്തെ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കർത്തൃത്വത്തിലാണ് നമ്മൾ അഹം ഞാൻ എന്നുള്ളത് അഭിമാനിച്ചു നിൽക്കുന്നത്. ഇനി അഭിമാനിക്കേണ്ട കാര്യമില്ലാത്ത വണ്ണം അത് പ്രകൃതിയുടെ ഭാഗമായിട്ട് കാണണം. കണ്ടു കഴിയുമ്പോൾ അതാണ് വിരക്തി എന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. കണ്ടു കഴിയുമ്പോൾ അതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്
ഇവിടെ നിത്യ അനിത്യ വിവേക വിചാരം നടക്കുന്ന, അല്ലെങ്കിൽ സദ് അസത്ത് വിചാരം നടക്കുന്നതൊക്കെ ഈ മേഖലയിലാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഒരല്പം ഇതിലേക്ക് പ്രവേശനം കിട്ടി. അപ്പോൾ ഇതിപ്പം പറഞ്ഞത് എന്താ? ഇത് പ്രകൃതിയെ കുറിച്ചാണ് പറഞ്ഞത്. ഏത് പ്രകൃതിയെ കുറിച്ചാണ് പറഞ്ഞത്? അപരാപ്രകൃതിയെ കുറിച്ചാണ് പറയുന്നതെന്ന് ഭഗവാൻ ഇനി പറയാൻ പോവുകയാണ്. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യത്തെ ജഗത്. അപ്പൊ അപരാ പ്രകൃതി, ഇയം പ്രകൃതി സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഇയം എന്നുള്ള വാക്ക്. അയം എന്നായിരുന്നു, പുല്ലിംഗമാണെങ്കിൽ അയം എന്നാവും. ഇയം പ്രകൃതി. ഈ പ്രകൃതി അപരയാണ്, പരമല്ലാത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പരമല്ലാത്ത അപരാരൂപത്തിലുള്ള പ്രകൃതിയാണ് ഹേ അർജുന എവിടം തൊട്ട് ആകാശം മുതൽ അഹങ്കാരം വരെ അഹങ്കാരത്തിനുള്ളിൽ വ്യാപിച്ചു നിൽക്കുന്നത് എന്നല്ല പറയുന്നത്, അഹങ്കാരം വരെയായിട്ട് നിൽക്കുന്നത്. അഹങ്കാരം എന്താ? യാതൊരുവിധ സംശയവും വേണ്ട, അപരാപ്രകൃതി. അഹങ്കാരത്തിൽ പ്രകൃതി ഉണ്ടെന്നല്ല പറയുന്നത്, അഹങ്കാരത്തോടൊപ്പം പ്രകൃതി ഉണ്ടെന്നല്ല പറയുന്നത്. അഹങ്കാരം പ്രകൃതിയിൽ മോഹിതനായിരിക്കുന്നു എന്നല്ല, വിലീനമായിരിക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ അതിന്റെ ഭോക്താവായിരിക്കുന്നു അല്ല, ഒന്നുമല്ല. അഹങ്കാരം അപരാപ്രകൃതിയാണ്. ഇത് നമ്മള് ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിച്ച ശേഷം പറയുകയാണ്, ഇതിനേക്കാളും ഉത്കൃഷ്ടമായിട്ടുള്ള മറ്റൊരു പ്രകൃതിയുണ്ട്. ഏതാ മറ്റൊരു പ്രകൃതി? അപ്പൊ അപരേയം ഇതഹ തു അന്യാം പ്രകൃതിം, അന്യമായ പ്രകൃതിയെ, അപരമല്ലാത്തതായ പ്രകൃതി. അപരമല്ലാത്തത് പരം. അപ്പോൾ പരമായ മറ്റൊരു പ്രകൃതിയുണ്ട്. വിദ്ധി മേ, എന്റെ പരമായ പ്രകൃതിയെ കൂടെ ഹേ അർജുന പാർത്ഥ വിദ്ധി, അറിയുക, നീ അറിയുക. വിദ്ദാണ് ധാതു, അത് വിദ്ധി, ത്വം വിദ്ധി എന്ന്, നീ അറിയുക എന്ന്. അത് ഏതാണ് ആ പരാപ്രകൃതി? ആ പരാപ്രകൃതി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് സുപരിചിതമായിട്ടുള്ളതാണ് ഈ പരാപ്രകൃതി. അതാണ് ജീവഭൂത മഹാബാഹോ. ജീവഭൂതാം ജീവരൂപമായിട്ട്, ജീവനായിട്ട് യാതൊന്നുണ്ടോ അത് എന്റെ പരാപ്രകൃതിയാകുന്നു അർജുന. അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നത്, അഹങ്കാരം തന്നെയല്ലേ ജീവന്? ആ ജീവനെ തന്നെയല്ലേ ഞാൻ അഹം ബ്രഹ്മാസ്മി, അത് പരബ്രഹ്മമാണെന്ന് അന്ന് കണ്ടത്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണല്ലോ ഭഗവാൻ ഇപ്പോൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്. ഇവിടെ അഹങ്കാരത്തിനെ അപരാപ്രകൃതിയായിട്ടും പറഞ്ഞു, പരാപ്രകൃതിയായിട്ട് ഈ ജീവാത്മാവിനെയും പറയുന്നു. അങ്ങനെ വരുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? അഹം ബ്രഹ്മാസ്മി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ശരിയാവാതെ പോകുമോ? ഇതാണ് നമുക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ജീവഭൂത മഹാബാഹോ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ അഹം ബ്രഹ്മാസ്മി പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അപരാപ്രകൃതിയുടെ തലത്തിലെ അഹങ്കാരത്തെ വെച്ചുകൊണ്ട് അഹം ബ്രഹ്മാസ്മി പറഞ്ഞുകൊണ്ടിരുന്നു. ഭഗവാന് ഇത് നമുക്കൊരു പുനഃപരിശോധന നൽകുവാൻ വേണ്ടിയിട്ടുള്ള ശ്ലോകമാണ്. നമ്മൾ അഹം ബ്രഹ്മാസ്മി പറഞ്ഞുകൊണ്ടിരുന്നു, സർവത്ര സമദർശനവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അഹങ്കാരത്തെ ബ്രഹ്മമായി കണ്ടിട്ടായിരിക്കാം, ആണെന്ന് പറയുന്നില്ല, ആയിരിക്കാം ഒരു പക്ഷേ അഹം ബ്രഹ്മാസ്മി പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ അപരാപ്രകൃതിയെ പരബ്രഹ്മമാക്കിയാണ് നമ്മൾ അങ്ങ് സമപ്പെടുത്തിയത്. അതൊരു സമപ്പെടുത്തലാണ്. അപരാപ്രകൃതിയെ ആയ അഹങ്കാരത്തെ ബ്രഹ്മമായിട്ട് കണ്ടു. എന്നിട്ടോ ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടില്ല. നമ്മളിങ്ങനെ ഈ അഹങ്കാരത്തിനെ ബ്രഹ്മമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെന്ന് മാത്രമല്ലാണ്ട് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. ഇതേമാതിരി എന്തൊക്കെ ധാരണകളാണോ പണ്ടുണ്ടായിരുന്നത് അതിന്റെ ഒരു തുടർച്ചയല്ലാണ്ട് യാതൊരുവിധ മാറ്റം ഉണ്ടായില്ല. മറ്റുള്ളവരോടുള്ള സമീപനത്തിന് മാറ്റം ഉണ്ടായില്ല, ജഗത്തിനെ കാണുന്ന ദർശനത്തിൽ മാറ്റം ഉണ്ടായില്ല, ശാസ്ത്രങ്ങളോടുള്ള സമീപനത്തിന് മാറ്റമുണ്ടായില്ല. പിന്നെ അവനവന്റെ ലക്ഷ്യത്തിനെ കുറിച്ചുള്ളതിനകത്താണെങ്കിലും പണ്ട് ആ ശാസ്ത്രവിചാരം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്തോ ഒരു ലക്ഷ്യമാണോ ഉണ്ടായിരുന്നത്, അതിൽ നിന്നും വ്യത്യസ്തമായ വേറൊന്നും ഉണ്ടായില്ല. ചുരുക്കത്തില് ഒരു മാറ്റവും ഉണ്ടായില്ല. നമ്മൾ അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു പറച്ചിൽ മാത്രം നമ്മൾ എടുത്ത് ഒരു ഹെഡ് ബാനർ പോലെ എടുത്ത് കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം.
അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് അപരാപ്രകൃതിയാണെന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ഇത് യതതാമപി സിദ്ധാന എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നീട് നമുക്കുണ്ടാകുന്ന രണ്ടാമത്തെ സംശയം എന്ന് പറയുമ്പോൾ, ഈ അഹങ്കാരത്തെ നമ്മൾ ഒരു വിധത്തിൽ അതിക്രമിച്ചു, വിചാരം ചെയ്ത് അതിക്രമിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ അഹങ്കാരത്തിനെ അതിക്രമിച്ചു എന്ന് പറഞ്ഞാൽ, അഹമുണ്ട്, അഹങ്കാരമല്ല, അത്രയേ ഉള്ളൂ. കർത്തൃത്വത്തിനെ നിരോധിച്ചു ബുദ്ധി, ജ്ഞാനത്തിലൂടെ കർത്തൃത്വത്തിനെ നമ്മൾ മിഥ്യാത്വം കണ്ട് നിരോധിച്ചു. പിന്നീട് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള അഹം എന്ന് പറയുന്നതിനെ ബ്രഹ്മവുമായിട്ട് നമ്മൾ അഹം സച്ചിദാനന്ദ എന്ന് നമ്മൾ ഇതിൽ കൂടെ വിചാരം ചെയ്ത് നമ്മൾ എടുത്തു. സത്താണ് അഹം, ചിത്താണ് അഹം, ആനന്ദമാണ് അഹം എന്ന് ഒന്നും മനസ്സിലായില്ല എങ്കിൽ കൂടി ഏതാണ്ട് വിചാരം ചെയ്തെടുത്തു. അങ്ങനെ നമുക്ക് അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമാണ്, ചിത്താണ്. പക്ഷെ അവിടെ ഒരു ഇതുണ്ട്. ആ അഹം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരു അഹം ഈ ചിന്തിക്കുന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ടേ നിൽക്കുന്നുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് അതിനെ അതിക്രമിക്കാൻ കിടക്കുന്നില്ല. അപ്പോൾ അഹം അവിടെ അപ്പോൾ എന്തോ ഒന്നിനാൽ മൂടപ്പെട്ടതുപോലെയാണ്. അതായത് അതൊരു പൂർണ്ണതയിലേക്ക്, അഹമേവ സർവത്ര എന്നതിലേക്ക് നമുക്ക് എങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലും പറ്റുന്നില്ല. അഹത്തിലേക്ക് വേണമെങ്കിൽ എല്ലാത്തിനെയും കൊണ്ടുവന്നതിന് ശേഷം ഇവയെല്ലാം ഞാനാണ് ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ എല്ലാത്തിലേക്ക് അറിയുമ്പോൾ എന്റെ അറിവ് അവിടം വരെ എത്തുന്നല്ലോ എന്ന് ചിന്തിക്കാം. ഇപ്രകാരമൊക്കെയാണ് നമുക്ക് സാധാരണ രീതിയിൽ ചിന്തിച്ചു പോകാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ അഹമേവ അഹം എന്നുള്ള രീതിയിൽ ഈ ഉപാധി, സ്ഥൂല ശരീരോപാധി എന്നും സ്ഥൂല പ്രപഞ്ചോപാധി എന്നുള്ള ഭേദങ്ങളൊന്നുമില്ലാത്ത കേവല അഹം എന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സങ്കല്പിക്കാം എന്നുള്ളതല്ലാണ്ട് അപ്രകാരം ഒന്ന് നമുക്ക് ബോധത്തിൽ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. എന്ന് പറയുമ്പോൾ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു, അതിനെ നമ്മൾ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് ബോധത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ബോധത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവനവന്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമുണ്ട്. ഒന്നാമത് അങ്ങനെ ഒന്നും കൊണ്ടുവരാൻ സാധിക്കത്തുമില്ല. രണ്ടാമത് അവനവന്റെ തന്നെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള മരണതുല്യമായിട്ടുള്ള, ചിലപ്പോൾ മരിച്ചു പോകുമോ, പിന്നെ തിരിച്ചു വരാൻ പറ്റാതെ പോകുമോ. ഇത് ഈ സമാധി ശീലിക്കുന്നവർക്ക് ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയവും കൂടിയാണ്. കാരണം ആ ഒരു ഭയം, അതിനെക്കുറിച്ച് യോഗശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മള് ഈ നിലയില്ലാത്ത കയത്തിലേക്ക് പോയ മാതിരിയാണ്. കാലെവിടെയെങ്കിലും ഒന്ന് ഊന്നിയാലല്ലേ നമുക്ക് തിരിച്ച് മുകളിലേക്കൊന്ന് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ താഴെ തറയിലൊന്ന് കുത്തിയിട്ട് മുകളിലോട്ട് നമുക്ക് പൊന്താൻ പറ്റും. ഇത് തറയിലോട്ട് കുത്താൻ പറ്റാത്ത തരത്തിൽ ആഴങ്ങളിലേക്ക് പോകുന്ന തരത്തില് ചിലർക്ക് സമാധി ശീലിച്ചൊക്കെ പോയി കഴിഞ്ഞാല് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള സമാധി അതൊക്കെ എന്ന് പറയുന്നത് മറ്റൊരു പ്രകൃതിയുടെ തന്നെ തലത്തിൽ കിടക്കുകയാണ്. അപ്പൊ എല്ലാം പ്രകൃതിയാണ്. ഇപ്രകാരം നമുക്ക് ഇങ്ങനെയുള്ള സമാധിയുടെ ആഴങ്ങളിലേക്ക് ഒന്നും പോകേണ്ടാത്ത നമുക്ക് ചിരിച്ചുകൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാനുള്ള വഴിയാണ്, നമുക്ക് ഒരു പ്രയത്നവും കൂടാതുള്ള വഴിയാണ് ഭഗവാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ബ്രഹ്മമെന്ന് വിചാരിച്ചത്, അതായത് ഈ അഹം ബ്രഹ്മമെന്ന് വിചാരിച്ചത്, ആ അഹത്തെയാണ് ഭഗവാൻ ഇപ്പോൾ പറയുന്നത് ജീവഭൂതാം. ആ ജീവന് മഹാബാഹോ, അല്ലയോ അർജുന, യയാ ഇതം ധാര്യത്തെ ജഗത്ത്, യയാ യാതൊന്നിനാലാണോ ഇതം ജഗത്ത്, ഈ ജഗത്ത് ധാര്യത്തെ ധരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ജീവനെ ആസ്പദമാക്കിയിട്ടാണ് പ്രപഞ്ചം നിൽക്കുന്നത്. ജീവനില്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചമില്ല, ജീവനാണ് പ്രപഞ്ചം, ഇതെല്ലാം തന്നെ പറഞ്ഞല്ലോ ഭഗവാൻ. അത് തന്നെയാണ് ഇപ്പം പറഞ്ഞത്. ഏതൊരു ജീവനെ ആശ്രയിച്ചിട്ടാണോ ഈ ജഗത്ത് നിൽക്കുന്നത്, ആ ജീവൻ എന്റെ പരാപ്രകൃതിയാകുന്നു അർജുന. എന്ന് പറഞ്ഞാൽ പരാപ്രകൃതി എപ്പോഴും പ്രകൃതി തന്നെയാണ്. അപ്പൊ ഈ ഒരു ജീവനെ വെച്ചുകൊണ്ടായിരുന്നല്ലോ നമ്മൾ ഇതുവരെയും ദൃഗ്ദൃശ്യ വിവേകം നടത്തുന്നതൊക്കെ ഇത് തന്നെയായിരുന്നു. അവൻ ദൃഗ്ദൃശ്യ വിവേകം നടത്തിയതാവട്ടെ ഇനി ഇപ്പം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും
ഒക്കെ നമ്മൾ കടന്നുപോയപ്പോൾ ഭഗവാൻ പറഞ്ഞത് പരാപ്രകൃതിക്കും അപരാപ്രകൃതിക്കും അതീതമായിട്ടുള്ള പരബ്രഹ്മത്തെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ആണ് എങ്കിൽ കൂടിയും നമ്മുടെ ധാരണയില് എപ്പോഴും നമ്മൾ കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് ഒരു പക്ഷേ എന്ന് പറയുന്നുള്ളേ, എന്ത് കേട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചതെന്ന് അല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കർത്തൃത്വാഭിമാനിയായ അല്ലെങ്കിൽ കർത്താവായ അപരപ്രകൃതിയിലോ അതല്ലെങ്കിൽ ഈ കർത്തൃത്വത്തെ നിരസിച്ചിട്ടുള്ള പരപ്രകൃതിയായ ജീവനിലോ ആയിരുന്നു അവര് ഈ അഹം ബ്രഹ്മാസ്മി എന്നത് ആരോപിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആരോപിച്ചത് എന്ന് പറഞ്ഞത്. കാരണം അത് യാഥാർത്ഥ്യമല്ലാത്തതിനാൽ അത് പ്രകൃതിയാണ്, പരാപ്രകൃതിയും അപരാപ്രകൃതിയുമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഭഗവാൻ ബാക്കിയും കൂടെ പറയുകയാണ്. അപ്പൊ എന്താണ് ഇനിയിപ്പം വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈശ്വരജ്ഞാനം വേണ്ട വിധത്തില് നമുക്ക് ഇവിടെ നിന്നും നമ്മളെ എടുത്തുയർത്തുവാൻ ആവശ്യമുണ്ട്. ഈശ്വരജ്ഞാനം പുണ്യത്താൽ മാത്രം ലഭിക്കുന്ന ഒന്നാകയാൽ പുണ്യപ്രാപ്തി ആവശ്യമുണ്ട്. പുണ്യപ്രാപ്തിക്കായിട്ട് സർവത്ര ഈശ്വര ദർശനം തന്നെയാണ് പുണ്യപ്രാപ്തിക്ക് ഉള്ള ഉപായവുമായിട്ടുള്ളത്. ഒന്നുകിൽ ഈശ്വര സേവ അല്ലെങ്കിൽ ഈശ്വര സ്മരണ. ഈശ്വര സേവ എന്ന് പറയുന്നത് സ്മരണ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. അതായത് സാധു ദർശനം, ക്ഷേത്ര ദർശനം, തീർത്ഥ ദർശനം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പുണ്യത്തിന് ഉപകരിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു പുണ്യത്തിന്റെ ബലത്താൽ നമുക്ക് ഇവിടെ ഈശ്വരന്റെ സർവവ്യാപിത്വം എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. അതിനുള്ള ഉപായമാണ് ഭഗവാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്നത്. ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവഃ പ്രളയസ്തഥാ ഏതത് യോനീനി. ഏതദ്യോനീനി ഒറ്റ വാക്കാണത്. ഏതദ്യോനീനി. അപ്പൊ ഏതദ്യോനീനി എന്ന് ഒറ്റ വാക്കായിട്ട് എടുക്കണം. ഏതത്ത് യോനീനി എന്നുള്ള രണ്ട് വാക്കായിട്ട് എടുക്കരുത്. ഏതദ്യോനീനി എന്താ അതിന്റെ അർത്ഥം? ഏതേ എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും. ഏതേ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഏതത്ത് എന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഏതേ ഇവ രണ്ടും. ഏത്? പരാച്ച അപരാച്ച പ്രകൃതി. പരാപ്രകൃതിയും അപരാപ്രകൃതിയും ആയ ഇവ രണ്ടും. അപ്പൊ ഏതേ പ്രകൃതി. ഏതേ പ്രകൃതി. പ്രകൃതി എന്നുള്ളതിന് ദീർഘമുണ്ട് ഇവിടെ. പ്രകൃതി പ്രകൃതി എന്ന് അത് ദ്വിവചനത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ്. ഏതേ പ്രകൃതി. ഈ രണ്ട് പ്രകൃതികളും പരാപ്രകൃതിയും അപരാപ്രകൃതിയും, അതായത് അഹങ്കാരം വരെയുള്ള അപരാപ്രകൃതിയും അഹങ്കാരത്തിന്റെയും കാരണമായിട്ട് നിൽക്കുന്ന ജീവനായിട്ട് നിൽക്കുന്ന പരാപ്രകൃതി. ഏതേ പ്രകൃതി. ഏതദ് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. സർവാണി ഈ പരവും അപരവുമായിട്ടുള്ള ഈ പ്രകൃതിയാണ് സർവഭൂതങ്ങൾക്കും യേഷാം ഭൂതാനാം എന്ന്. ഈ സർവഭൂതങ്ങൾക്കും യോനീനി കാരണമായിട്ട് നിൽക്കുന്നത്. സർവഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൃഷ്ടിഗോചരമായിട്ട് നാനാവിധമായിട്ട് നമ്മുടെ അനുഭവത്തിൽ, ദൃഷ്ടിഗോചരം എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിൽക്കുന്ന സകലത്തും ആയിട്ട് നിൽക്കുന്നതാണ്, വ്യത്യസ്തതയോടുകൂടി നിൽക്കുന്നതാണ് ഈ ഭൂതാനി എന്ന പ്രയോഗത്തിൽ നിൽക്കുന്നത്. അതിനകത്ത് ചേതനയോടുകൂടിയിട്ടുള്ളതും പെടാം, അചേതനമായിട്ടുള്ള പെടാം, സ്ഥാവരം, ജംഗമം തുടങ്ങിയിട്ടുള്ള സകലത്തിനെയും കൂടെ ചേർന്ന് ഒറ്റ പ്രയോഗമായിട്ട് നമ്മൾ ഇവിടെ എടുക്കണം ഭൂതാനി എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിനകത്ത് രണ്ടുമുണ്ട്. അതായത് ഖം ആകാശം തൊട്ട് ജീവാത്മാ വരെയുള്ള സകലതുമുണ്ട്. രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാപ്രകൃതിയുണ്ട് അപരാപ്രകൃതിയുണ്ട്. അവ രണ്ടും കൂടിയാണ് ഈ കാണപ്പെടുന്ന ഭൂതങ്ങൾക്കെല്ലാം കാരണമായിട്ട് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ദർശനം നമ്പർ 1 എന്നിടണം. ഇവിടെ നമ്മൾ ഇപ്രകാരം ഇതിനെ കാണണം. ഇപ്രകാരം കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പരാപ്രകൃതിയെയും അപരാപ്രകൃതിയെയും, അന്ധകരണത്തില് തന്നെ പരാപ്രകൃതിയെയും അപരാപ്രകൃതിയുടെയും നമ്മൾ കാണുന്നു. അതായത് കാണുന്നവനെ തന്നെ പരാപ്രകൃതിയും അപരാപ്രകൃതിയുമായിട്ട് കാണുന്നു, ചിന്തിക്കുന്നവനെ തന്നെയും കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിന്തിക്കുന്നവൻ കർത്തൃത്വാഭിമാനി എന്ന് പറഞ്ഞാൽ അപരാപ്രകൃതിയായി, ഇനി കർത്താവിന്റെ സാക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് പരാപ്രകൃതി
പരാപ്രകൃതിയുമായി, കാരണം ജീവാത്മാവിൽ തന്നെയാണ് ഇപ്പോഴും സ്ഥിതി നിൽക്കുന്നത്. അതിലാണ് നമുക്ക് നിൽക്കാനും സാധിക്കുന്നുള്ളൂ. ഇതിനെ അതിക്രമിക്കുവാൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ആ അതിക്രമിക്കാൻ സാധിക്കാത്ത തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പുനർവിചാരം ചെയ്യുന്നു. എവിടം വരെ? ആകാശം വരെയുള്ളതിനെ വീണ്ടും എടുത്തുകൊണ്ട് അവയിലെല്ലാം സർവത്ര ഈശ്വര ദർശനം സാധ്യമാകുന്നതിലേക്ക് പോകുന്നു. നമ്മുടെ ശ്രമം ഈ പ്രപഞ്ചത്തെയും കളഞ്ഞിട്ട് അഹത്തിനെയും കളഞ്ഞിട്ട് നേരെ ഡയറക്റ്റായിട്ട് ഈശ്വരനെ ദർശിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. ഭഗവാൻ പറയുന്നു അങ്ങനെ ഡയറക്റ്റായിട്ട് ഈശ്വരനെ ദർശിക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ല അർജുന. അല്ലെങ്കിൽ അത് വേണ്ട, അതല്ല അതിന്റെ ശരിയായിട്ടുള്ള മാർഗം. കണ്ണു തുറന്ന് ഈ ആകാശം വരെയുള്ളതിനെ കണ്ടിട്ട് അവയിലുള്ള ഈശ്വരനെ ആദ്യം ഒന്ന് ദർശിക്ക്. അപ്പം ഉള്ളതിലെ ദർശിച്ചിട്ട് പോരെ. ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ട്, നമുക്ക് പാത്രത്തിൽ കുറച്ച് ഭക്ഷണം ഇട്ട് തന്നു, നമ്മൾ പറഞ്ഞു നമുക്ക് കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പാത്രം നിറച്ച് ഭക്ഷണം വെച്ചതിന് ശേഷം ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പം വിളമ്പുന്ന അമ്മയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ ആർക്ക് വിളമ്പുന്നവർക്ക് അറിയാം എത്ര കഴിക്കുമെന്ന്. അവർ പറഞ്ഞു ഇത് കഴിക്കേ, എന്നിട്ട് വേണമെങ്കിൽ തരാം, അതല്ല എനിക്ക് പാത്രം മുഴുവൻ വിളമ്പ് എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട കാര്യമില്ല. ഇതേമാതിരിയാണ് ഇവിടെ എന്ന് പറയുന്നത്. ആദ്യം ഭഗവാൻ പറയുന്നിടത്ത് ഈശ്വരനെ എന്നെ ഇവിടെ കാണൂ അർജുന എന്ന് പറഞ്ഞാൽ അവിടെ കാണണം. ആകാശത്തിൽ എന്നെ കാണൂ എന്ന് പറഞ്ഞാൽ കാണണം. അപ്പൊ ഞാനിപ്പം കാണുന്നില്ലല്ലോ, ഞാൻ സങ്കല്പിക്കണോ? അങ്ങനെയാണെങ്കിൽ കാണണം എന്ന് പറഞ്ഞത് വേണ്ടത്ര മനസ്സിലാക്കിയില്ല. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവയെല്ലാം ഒന്ന് ഈശ്വരന്റെ പ്രകൃതിയാകുന്നു. അപ്പോൾ ഈശ്വരനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ വിചാരം ചെയ്തറിയണം. അതൊന്ന്. ഇനിയും അപരാപ്രകൃതിയും പരാപ്രകൃതിയും തമ്മിലുള്ള ഭേദം നമ്മൾ വിചാരം ചെയ്യണം. രണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയെടുത്ത് മൂന്നാമതായിട്ട് ഇവയാൽ പരാപ്രകൃതിയാലും അപരാപ്രകൃതിയാലും താങ്ങി നിൽക്കുന്നതാണ് ഈ സർവ്വതും എന്നതാണ്. അപ്പൊ ഇത്രയും അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്വൈത ദർശനമായി. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പ്രസിദ്ധമായിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിനുവേണ്ടിട്ട് ഭഗവാന് അവിടെ ആരംഭിക്കുകയാണ്. അഹം കൃഷ്ണസ്യ ജഗതഃ, ഞാനാകുന്നു കൃഷ്ണസ്യ ജഗതഃ, സർവജഗത്തിന്റെയും പ്രഭവ പ്രളയസ്തത, പ്രഭവം ഉത്പത്തി സ്ഥാനവും പ്രളയം വിലയന സ്ഥാനവും. എല്ലാ ഭൂതങ്ങളും എന്നിൽ നിന്നാണ് ഭവിക്കുന്നത്, എന്നിലാണ് അസ്തമിക്കുന്നത്. എല്ലാ ഭൂതങ്ങളും എവിടുന്ന് ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നു? ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പില് എല്ലാം ഭൂതാനി സർവത്തും എന്നുള്ള ഒറ്റയടിക്ക് സർവത്തും. അത് ലോകങ്ങളാവട്ടെ ലോകവാസികളാവട്ടെ, ഇത് രണ്ടെണ്ണേ ഉള്ളൂ. ലോകങ്ങളാവട്ടെ ലോകവാസികളാവട്ടെ, ഈ ലോകങ്ങളിൽ പെട്ടതാണ് ഭോഗ്യങ്ങളെല്ലാം. അതുകൊണ്ട് ഭോഗങ്ങളാവട്ടെ ഭോക്താവാക്കട്ടെ, അല്ലെങ്കിൽ ഭോക്താക്കളാകട്ടെ ഭോഗങ്ങളാവട്ടെ, ഇത് തന്നെയാണ് ലോകങ്ങളാവട്ടെ ലോകവാസികളാവട്ടെ സർവത്തും. അവ രണ്ടെണ്ണമായിട്ട് നമ്മൾ കാണണം. അവയെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ പരാപ്രകൃതിയും അപരാപ്രകൃതിയുമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആകെ രണ്ടെണ്ണമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഉപദേശിച്ചത് നമുക്ക് മനസ്സിലായി ഇവിടം വരെ. അത് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഭഗവാൻ പറയുന്നത് കേൾക്കുക എന്നുള്ളത്. വേറെ ഇതിന് ഭഗവാൻ പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനെ തന്നെ ആശ്രയിക്കാന്നേ ഉള്ളൂ, അല്ലാതെ വേറൊരിടത്തും ഇല്ല. ഭഗവാനെ പറയുന്നത് മനസ്സിലാക്കാൻ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി തപ്പിട്ട് കാര്യമില്ല. അപ്പൊ അവിടെ അഹം എന്നുള്ളൊരു ഭഗവാൻ പ്രയോഗം നടത്തിയപ്പോ സർവ്വഭൂതങ്ങളുടെയും കാരണമായിട്ട് നമ്മൾ പരാപ്രകൃതി അപരാപ്രകൃതിയുമാണ് കണ്ടത്. പക്ഷെ ഭഗവാന് അപരാപ്രകൃതിയും പരാപ്രകൃതിയും സർവ്വഭൂതങ്ങളുടെയും കാരണമായിട്ടല്ല പറയുന്നത്. പകരം സർവ്വതും അഹം ഞാനാകുന്നു കൃഷ്ണസ്യ ജഗതഃ, സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും ജഗതഃ, പ്രഭവഃ പ്രളയഃ, പ്രഭവക്കെ സ്ഥാനവും ഞാനാകുന്നു, പ്രളയസ്ഥാനവും ഞാനാകുന്നു. അതെങ്ങനെയാ ശരിയാക്കുക ഭഗവാന്? അങ്ങാണല്ലോ ഇപ്പൊ പറഞ്ഞത് പ്രകൃതിയാണ് എന്ന്. അത് എനിക്ക് സമ്മതമായി. പരാപ്രകൃതിയാണെങ്കിലും അപരാപ്രകൃതിയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഭഗവാൻ ഇപ്പം അടുത്തൊരു പ്രയോഗം നടത്തിയിരിക്കുന്നു. അഹം കൃഷ്ണസ്യ ജഗതഃ, ഞാനാണ് സർവപ്രപഞ്ചത്തിന്റെയും പ്രഭവസ്ഥാനവും പ്രളയസ്ഥാനവും. സർവ്വതും എന്നിൽ നിന്ന് ഉദ്ഭവിച്ച് എന്നിൽ നിന്ന് എന്നിലേക്ക് അസ്തമിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരാപ്രകൃതിയായിട്ടും അപരാപ്രകൃതിയായിട്ടും ഉള്ളത് ഭഗവാനിൽ നിന്ന് ഉദ്ഭവിച്ച് ഭഗവാനിൽ ലയിക്കുന്നു. അങ്ങനെ എടുത്താൽ മതി. എടുത്തു കഴിയുമ്പോഴത്തേക്ക് ക്ലിയറായി. അപ്പൊ അതുകൊണ്ടാണല്ലോ ഭഗവാന്റെ പ്രകൃതി എന്ന് പറയുന്നത്. ഭഗവാന്റെ പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നല്ല. എവിടെ പ്രകൃതിയോ അവിടെയാണ് ഭഗവാൻ. അതായത് ഭഗവാൻ എവിടെ ഇരിക്കുന്നു, പ്രകൃതി വേറെ ഇരിക്കുന്നു, അങ്ങനെയല്ല ഭഗവാന്റെ പ്രകൃതി എന്ന് പറയുന്നത്. ഭഗവാന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഭഗവാനായിട്ട് ആർക്കും കാണുക എന്ന് പറയുന്നത് സാധ്യമല്ല. പിന്നെയോ ഭഗവാനെ പ്രകൃതിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ.
ആ പ്രകൃതിയായിട്ട് കാണാൻ സാധിക്കുന്നത് പരാപ്രകൃതിയും അപരാപ്രകൃതിയും തമ്മിലുള്ള സംബന്ധത്തിനെയാണ് നമ്മൾ ഭോക്തൃഭോഗ്യ സംബന്ധം എന്ന് പറയുന്നതും. വേറെ ഒന്നുമല്ല. പരാപ്രകൃതിയും അപരാപ്രകൃതിയുമാണ് ഇവിടെ ലീലകളാടി നൃത്തങ്ങളാടി നടക്കുന്നത്. അതിനുള്ളിലാണ് രാഗദ്വേഷങ്ങളും എല്ലാം കാണിക്കുന്നത്. ഇതിനുള്ളിലാണ് പരാപ്രകൃതി രൂപമായിരിക്കുന്ന ജീവാത്മാ സത്യാന്വേഷണം നടത്താൻ പോകുന്നത്. അപ്പോൾ ആരാണ് സത്യാന്വേഷകൻ? പരാപ്രകൃതിയാണ്. എവിടെയാണ് സത്യത്തെ അന്വേഷിക്കുന്നത്? ഒന്നുകിൽ പരാപ്രകൃതിയിൽ സത്യത്തെ അന്വേഷിക്കാതെ ജീവാത്മാവ് തന്നിൽ തന്നെ സത്യത്തെ അന്വേഷിക്കുന്നതിലേക്ക് എത്താം. അതല്ലാന്നുണ്ടെങ്കിൽ അപരാപ്രകൃതിയിലേക്ക് അന്വേഷിക്കാം. അപരാപ്രകൃതിയിലേക്ക് ചിലർ മനസ്സിന്റെ തലത്തിൽ അന്വേഷണം നടത്തുന്നു, ചിലർ ബുദ്ധിയുടെ തലത്തിൽ അന്വേഷണം നടത്തുന്നു, ചിലര് പ്രാണന്റെ തലത്തിൽ അന്വേഷണം നടത്തുന്നു. അന്വേഷണം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ചെയ്യുന്നു. ചിലർ ലോകത്തിലേക്ക് നടക്കുന്നു. ചിലർക്കാണെന്നുണ്ടെങ്കിൽ മുന്നിൽ കാണുന്നതിലേക്കാണ് താല്പര്യം ഉണ്ടാകുന്നത്. അതിന്റെ കാര്യത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഭഗവാൻ ഇവിടെ അവയെല്ലാം യഥതാം അപി സിദ്ധാനാം, അവരെല്ലാരും പ്രയത്നം ചെയ്യുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അതിനകത്തൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ എല്ലാം കൂടെ വാരി വഹിക്കാനുള്ളത് ഇവിടെ ഇനിയിപ്പോ പറ്റത്തില്ല. കാരണം നമ്മളിവിടെ സൂക്ഷ്മതലത്തിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ളതിനെ എല്ലാം കൂടെ രണ്ട് പ്രകൃതി എന്നുള്ള നാമധേയത്തിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. പരാപ്രകൃതി എന്നും അപരാപ്രകൃതി എന്ന് പറയുന്നത് കൊണ്ടുവന്നു. അപ്പൊ ഈ വിചാരം ചെയ്ത് അതിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹോംവർക്കാണ്. അത് ചെയ്തേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വിചാരം ചെയ്ത് സർവത്തിനെയും പരാപ്രകൃതിയെയും അപരാപ്രകൃതിയെയും പ്രകൃതിയിലും കൊണ്ടുവരണം. അപ്പൊ പരാപ്രകൃതിയെയും അപരാപ്രകൃതിയിലും കൊണ്ടുവന്ന ശേഷം ഈ പരാപ്രകൃതിയും അപരാപ്രകൃതിയും എന്നിൽ നിന്നാണ് ഉദ്ഭവിച്ച് എന്നിലാണ് അവസാനിക്കുന്നത് എന്ന ഭഗവത് വചനവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുക. അതാണ് ആ വചനമാണ് ഇത് കാണുന്നത്. അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്തഥ. അങ്ങനെ പറയുമ്പോൾ മാത്രമേ അത് പൂർണ്ണമാവത്തുള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഭഗവാനിൽ നിന്ന് ആരംഭിച്ച് ഭഗവാനിൽ അസ്തമിക്കുന്നതായിട്ട് മുഴുവൻ വന്നു കഴിയുമ്പോൾ അവിടെ തൊട്ട് നമ്മൾ ദദ്വൈത ദർശനം കാണുന്നു. ഭഗവാനിൽ നിന്ന് ആരംഭിച്ച് ഭഗവാനിൽ അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. ഭഗവാനിൽ നിന്ന് ആരംഭിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒന്ന് ഭഗവാനിൽ നിന്ന് ആരംഭിക്കുന്നതല്ല, ഭഗവാനിൽ നിന്ന് അതായത് ഭഗവാന്റെ അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് വരുന്നു എന്നർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണോ അവ്യക്തത്തിലുള്ളത് അത് തന്നെയാണ് വ്യക്തമായിട്ട് വരുന്നത്. എന്താണോ ഭഗവാന് അത് തന്നെയാണ് ജീവഭൂതമായിട്ടും വന്നത്. അത് തന്നെയാണ് അപരാപ്രകൃതിയായിട്ടും വന്നത്. ഇപ്രകാരം നമ്മള് സർവത്തെയും നമ്മള് ഈശ്വരനായിട്ട് കാണുന്നു. അപ്പൊ അങ്ങനെ സർവത്തെയും ഈശ്വരനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അർജുന അവിടെ ചിന്ത നിർത്തരുത്. ഇനി എനിക്കെല്ലാം ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോകരുത്. പകരം ഇനി ഇപ്പോൾ അത് ഉറപ്പിച്ചെടുക്കണം. എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? ഓരോന്നായിട്ടെടുത്ത് നമ്മുടെ ബുദ്ധിയിലെ ജ്ഞാനം പ്രതിഷ്ഠമാകുന്നിടം വരെ ആവർത്തിച്ചുറപ്പിക്കുവാനുള്ള അഭ്യാസമാണ് ഭഗവാൻ ഇനിയിപ്പോൾ തരാൻ പോകുന്നത്. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. അപ്പൊ ഇവിടെ നമ്മള് കാര്യകാരണ സിദ്ധാന്തം വിചാരം ചെയ്ത് കൊണ്ടുവരണം. കാരണവും കാര്യവും തമ്മിലുള്ള സംബന്ധം അത് തന്തുപട സംബന്ധം എന്നെടുക്കണം. അതായത് പടം എന്ന് പറഞ്ഞാൽ വസ്ത്രം, തന്തു എന്ന് പറഞ്ഞാൽ നൂല്. നമ്മളൊരു സാധാരണ ദൃഷ്ടിയിൽ എന്താ പറയുക? വസ്ത്രത്തിലെ നൂലെന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ അങ്ങനെയല്ല പറയുന്നത്, നൂലിലെ വസ്ത്രം എന്ന് പറയും. അത് അങ്ങനെയൊന്ന് കണ്ടു നോക്കിക്കേ. നൂലിൽ സ്ഥിതി ചെയ്യുന്ന വസ്ത്രത്തെ നമ്മളിപ്പം ഇതെങ്ങനെയാ ശരിയാകുന്നത്? വസ്ത്രത്തിലല്ലേ നൂല്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് തലതിരിഞ്ഞ് ചിന്തിക്കുക എന്ന് പറയുന്നത്. നൂലിൽ നിൽക്കുന്ന വസ്ത്രത്തെ കാണാനാണ് ഭഗവാൻ പറയുന്നത്, വസ്ത്രത്തിൽ നിൽക്കുന്ന നൂലിനെ അല്ല. ഇപ്പൊ നമ്മൾ ഈ സർവത്തിലും നിൽക്കുന്ന ഈശ്വരനെ കാണാനാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാൻ അങ്ങനെയല്ല പറയുന്നത്. സർവത്തിലും നിൽക്കുന്ന ഈശ്വരനെ എന്നുള്ളതല്ല, പകരം എന്ന് പറയുന്നത് സർവമായിട്ടും നിൽക്കുന്ന ഈശ്വരൻ. എന്നാൽ നൂലിൽ വസ്ത്രത്തെ കാണാൻ പറഞ്ഞാൽ നൂലാണ് വസ്ത്രം. നൂലിൽ വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൽ നൂലെന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടി പരിമിതമായി പോയി. പരിമിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു നൂലേ നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്നുള്ളൂ. അല്ലാതെ നൂല് മുഴുവൻ നൂലിനെ നമ്മൾ ദർശിക്കുന്നില്ലല്ലോ.
അത് ഒരു നൂല് തൂങ്ങി കിടക്കുമ്പോഴാണല്ലോ അതിന് വസ്ത്രത്തിൽ നൂല് നമ്മൾ പറയുന്നത്. പക്ഷെ നൂലിൽ വസ്ത്രം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മള് നൂലുകൾ മാത്രമേ കാണുന്നുള്ളൂ. ആ നൂലുകൾ എന്നുള്ള പ്രയോഗം തന്നെ നമുക്ക് ആവശ്യമില്ല. ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഏകമായിട്ടുള്ള ഒറ്റ നൂലിൽ സ്ഥിതി ചെയ്യുന്ന വസ്ത്രം എന്നതുപോലെ. അങ്ങനെ ഒറ്റ നൂലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ഒരു നൂല് വെച്ചിട്ട് ഇങ്ങനെ വസ്ത്രം ഉണ്ടാക്കിയെടുത്തു. മത്തഃ പരതരം നാണ്യത കിഞ്ചിതസ്തി ധനഞ്ജയ. മത്തഹ എന്നിൽ നിന്ന്, പരതരം അന്യമായിട്ട്, ന അന്യതസ്തി എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, പരതരം എന്നിൽ നിന്ന് കാരണമായിട്ട്, പരമായിട്ട്, ഉത്കൃഷ്ടമായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം, കാരണാന്തരം അർത്ഥം. ന അന്യത് കിഞ്ചിതപി നാസ്തി, ഒന്നും തന്നെയില്ല എന്നിൽ നിന്ന് അന്യമായിട്ട്, ഉത്കൃഷ്ടമായിട്ടോ, ശ്രേഷ്ഠമായിട്ടെന്നോ അല്ലെ പരമായിട്ടെന്നോ ഇങ്ങനെ പറയാൻ ഒന്നും തന്നെയില്ല. മത്തഃ പരതരം, ഇത് ഭഗവാൻ അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നൊരു വലിയൊരു പ്രസ്താവനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ധനഞ്ജയ മയി സർവമിതം പ്രോതം, എന്നിൽ സർവതും, മയി പരമേശ്വരേ, എന്നിൽ ഇതം സർവം, ഇത് മുഴുവനും, പ്രോതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോതം അനുസ്യൂതം, പ്രോതം ഈ ചേർക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? ഈ നൂലിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന വസ്ത്രത്തെ പോലെ, വസ്ത്രത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന നൂല് പോലെയല്ല. അതായത് കാരണരൂപമായ നൂലിന്റെ കാര്യരൂപമായ ആവിഷ്കാരമാണ് വസ്ത്രം. ഇങ്ങനെ എടുത്താൽ മതി. കാരണരൂപമായ നൂലിന്മേൽ കാര്യരൂപത്തിന്റെ ആവിഷ്കാരമുണ്ടായി. അതിനാല് കാര്യത്തിന്റെ സർവഭാഗങ്ങളിലും കാരണത്തിന്റെ മാത്രം സാന്നിധ്യമാണുള്ളത്. മത്തഃ പരതരം നാന്യത്ത്, അതിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. നൂലല്ലാണ്ട് വസ്ത്രത്തിൽ മറ്റൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മത്തഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ എന്നുള്ള പ്രയോഗത്തിൽ. അതിനാല് ഭഗവാനാണ് നൂലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്, പ്രപഞ്ചമാണ് വസ്ത്രത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വസ്ത്രമായിട്ട് നിൽക്കുന്ന തന്തു എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമായിരിക്കുന്നു. ഇതാണ് മത്തഃ പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. മയി സർവമിതം പ്രോതം, മയി ഈശ്വരേ പരമേശ്വരേ, എന്നിൽ ഇതം സർവം പ്രോതം, ഇത് മുഴുവനും ചേർക്കപ്പെട്ടിരിക്കുന്നു. സൂത്രേ മണിഗണായിവ, ഇതാണ് പ്രസിദ്ധമായിട്ടുള്ള സൂത്രേ മണിഗണായിവ. സൂത്രത്തിൽ, സൂത്രം എന്ന് പറഞ്ഞ നാരില് മണിഗണങ്ങൾ എന്നതുപോലെ. അപ്പൊ മണിഗണങ്ങൾ സൂത്രത്തിൽ എന്നതുപോലെ എടുത്തു പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, അടുത്ത ആളുടെ ഹൃദയത്തിലേക്ക് ഒരു നൂല് പോലെ ഭഗവാൻ പോകുന്നു. അങ്ങനെയല്ല, പരം വസ്ത്രത്തിലെ നൂല് പോലെ എന്നുള്ളത് എടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? വസ്ത്രത്തിലെ നൂല് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂലിലെ വസ്ത്രം പോലെ എന്ന് നമ്മൾ ഉടനെ നമ്മുടെ ബുദ്ധിയിൽ കൊണ്ടുവരണം. എപ്പോഴും നമ്മൾ പറയാം വസ്ത്രത്തിലെ നൂലെന്ന് പറഞ്ഞ് തുടങ്ങുന്നു, പക്ഷെ നൂലിൽ നിൽക്കുന്ന വസ്ത്രം പോലെ എന്നുള്ളത് കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് നൂലിൽ നിൽക്കുന്ന വസ്ത്രം? വസ്ത്രത്തിൽ നിന്ന് നൂലിൽ നിൽക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ കാരണത്തിൽ നിൽക്കുന്ന കാര്യം എന്നാണ്. അപ്പോൾ കാരണരൂപമായിട്ട് ഈശ്വരനെ കണ്ടു കഴിഞ്ഞാൽ കാര്യം എന്ന് പറയുന്നത് കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുന്നു. ഒന്ന്, അതാണ് കാരണവും കാര്യവും രണ്ടല്ല. കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാകുന്നു, കാരണത്തിൽ കാര്യം സ്ഥിതി ചെയ്യുന്നു. രണ്ട്, അത് എന്ന് പറഞ്ഞാൽ ധാരയിത എന്നുള്ള സ്ഥാനത്ത് കാരണത്തിൽ കാര്യം സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാര്യത്തെ ധരിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത് കാരണമാണ്. മൂന്ന്, കാരണത്തിലേക്ക് കാര്യം തിരിച്ച് ലയിക്കുന്നു. ഇനി നൂലിന്റെ ആ വസ്ത്രഘടന മാറ്റിക്കഴിഞ്ഞാൽ അത് നൂലായിട്ട് തന്നെ വീണ്ടും നിൽക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് കാര്യമില്ലാതായാൽ കാരണം അവശേഷിക്കുന്നു. നാലാമത്തേതെന്ന് പറയുന്നത് ഈ കാര്യരൂപത്തിൽ കാരണം വന്നപ്പോഴും കാരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, ഒരിക്കലും കാര്യം ആയില്ല. കാരണരൂപമായ നൂല് വസ്ത്രമെന്ന കാര്യരൂപത്തിലുള്ളപ്പോഴും
അവിടെ ഉള്ളത് കാരണമായ നൂല് തന്നെയാണ് വസ്ത്രം എന്നത് പുതിയ ഒരു വസ്തുവായിട്ട് ഉണ്ടായില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രപഞ്ചത്തെയും ഈശ്വരനെയും കാണണം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ നമ്മൾ കാണണം. ഇങ്ങനെ കാണുമ്പോഴാണ് മയി സർവം ഇതം പ്രോതം എന്നതിലേക്ക് എടുക്കുന്നത്. എന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് എന്ന പോലെയാണ് ഒരു ഉദാഹരണം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഉദാഹരണ സ്ഥാനത്ത് മാത്രമേ എടുക്കാവൂ, അല്ലാതെ ഇതാണ് എന്ന് പറഞ്ഞ് എടുക്കരുത്. ചിലത് കാര്യങ്ങളാണ്. മയി സൂത്രം ഇതം പ്രോതം എന്ന് പറയുമ്പോൾ വസ്ത്രവും നൂലും എന്നതുപോലെയുള്ള ബന്ധത്തെ കാണിച്ചതിന് ശേഷം സൂത്രേ മണിഗണ എന്ന് പറയുമ്പോൾ നമ്മള് മാല, നൂലിൽ കോർക്കപ്പെട്ട മാല പോലെ, അവിടെ നൂലിൽ കോർക്കപ്പെട്ട മാലയിൽ നൂലും ഈ മണികളും തമ്മിൽ ഭേദമുണ്ട്. ആ ഭേദം ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന്. അപ്പോൾ അവിടെ ഒരു ഭേദം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞ അത്രയേ ഉള്ളൂ, ഇവ തമ്മിലുള്ള ബന്ധത്തെ കാണിച്ചിരിക്കുകയാണ്. തന്തും മണിപ്രകര ഭേദങ്ങൾ പോലെ എന്നുള്ളത് അവയെല്ലാം അനസ്യൂതം തുടരുന്ന ഒരു ബന്ധമുണ്ട്. ഒന്ന് നമ്മൾ അങ്ങനെ കണ്ടെത്തുന്നു. അനസ്യൂതം തുടരുന്ന സർവഭൂതങ്ങളിലൂടെയും അനസ്യൂതം കടന്നു പോകുന്ന ഒരു തന്തുവിനെ കണ്ടെത്തുന്നു. ഈ തന്തു എന്ന് പറയുന്നതിലാണ് സർവഭൂതങ്ങളും നിൽക്കുന്നതെന്ന് രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തുന്നു. ഇത്രയും കണ്ടെത്തി കഴിയുമ്പോൾ ഈശ്വര സർവഭൂതാനാം എന്നുള്ള ആ ഒരു സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി ആ ശ്ലോകം ഉണ്ടല്ലോ, അതുമായിട്ട് നമുക്ക് ഇവിടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നതും എല്ലാം നമുക്ക് ഒരു തരത്തിൽ ചിന്തിക്കണം. രണ്ടാം തലത്തിൽ അല്ലെങ്കിൽ രണ്ടാമത് അതിനോടനുബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം. മയി സർവമിതം പ്രോതം, സർവ്വതും എന്നിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. രസോഹ, ഇനിയിപ്പോ എങ്ങനെയാണ് സർവ്വതും ഭഗവാനിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്? അതായത് ഈ ഒരു സൂത്രസ്ഥാനീയമായ ഈ ഒരു വാക്യം നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. ഏതാണ്? നൂല്, വസ്ത്രം. ഇതിനകത്ത് വസ്ത്രത്തിൽ നൂലെന്നതുപോലെയല്ല എടുക്കേണ്ടത്, പകരം നൂലിൽ വസ്ത്രം എന്നതുപോലെ. നൂലാണ് വസ്ത്രം, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നൂല് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വസ്ത്രമില്ല. നൂലിൽ നിൽക്കുന്ന വസ്ത്രത്തെ പോലെ. നൂലാണ് സത്ത, അതുമാത്രമാണ് സത്ത, മറ്റൊന്നല്ല എന്നതുപോലെ ആ ഒരൊറ്റ വരിയിൽ നിന്ന് മാറാതെ വേണം നമ്മൾ ഇനിയുള്ള ശ്ലോകങ്ങൾ കാണാൻ. അതായത് സാധാരണഗതിയിൽ ആ ഒരു ചിന്തയെ പോകത്തില്ല. പകരം എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകം വായിച്ചിട്ട് ഒരു അർത്ഥവും പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഇതിപ്പം ഈ ശ്ലോകം വായിച്ചു നോക്കിക്കേ. രസോഹം അപ്സു കൗന്തേയ പ്രഭാസ്മി ശശി സൂര്യോഹോ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. നമ്മളിങ്ങനെ കേൾക്കുകയും ചെയ്യും. രസമാണ്, ജലത്തിലെ രസമാണ് ഞാൻ അർജുന. പ്രഭാസ്മി ശശിസൂര്യോ, ശശിസൂര്യന്മാരുടെ പ്രഭയാകുന്നു ഞാന്. പ്രണവ സർവവേദേഷു, പ്രണവം സർവവേദങ്ങളിലെയും പ്രണവം ഞാനാകുന്നു. ശബ്ദ ഖേ, ആകാശത്തിലെ ശബ്ദം ഞാനാകുന്നു. നൃഷു പൗരുഷം, നരന്മാരിലുള്ള പൗരുഷവും ഞാനാകുന്നു. ഇങ്ങനെ ഒരു വരി പറഞ്ഞു പോകാനല്ല ആ ശ്ലോകം ഉള്ളത്. ആ ശ്ലോകം മുമ്പ് അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നം ഉണ്ടായത്. അതാണ് നമുക്ക് ഈ ഭഗവത്ഗീത ശ്ലോകം മുന്നോട്ട് നീങ്ങാതെ പോകുന്നതിന്റെ കാരണം അതാ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒന്ന് കണ്ടേ. എങ്ങനെയാ കാണേണ്ടത്? വസ്ത്രം, നൂല് എന്നുള്ളത് എടുത്തു. നൂലിൽ നിൽക്കുന്ന വസ്ത്രത്തെ പോലെ. നമുക്ക് നൂലിലാണ് ദൃഷ്ടി വേണ്ടത്, വസ്ത്രത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. പകരം നൂലിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് നൂലിനെ കാണുക, വസ്ത്രത്തെ കാണാതിരിക്കുക. വസ്ത്രത്തെ കാണാതിരുന്ന് നൂലിനെ കാണുമ്പോൾ നമ്മള് കാര്യത്തെ നിഷേധിച്ച് കാരണത്തെ ദർശിക്കുന്ന ദൃഷ്ടി വന്നു. ഇനി ആ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാല് ജലത്തിലെ രസം എന്നുള്ളതല്ല നമ്മുടെ ബുദ്ധിയിലേക്ക് പോകേണ്ടത്, പകരം രസത്തിൽ നിൽക്കുന്ന ജലം എന്നൊന്ന് കണ്ടേ. രസോഹം അപ്സു കൗന്തേയ, രസം അപ്സു ജലഭേദങ്ങളിൽ സകലയിടത്തും ജലമാണ്. സർവ്വജലം നിൽക്കുന്നത് രസത്തിലാണ്. ആ രസം എന്ന് പറഞ്ഞാൽ ആർദ്രത എന്നുള്ളതാണ്. അപ്പൊ രസം എന്ന് പറയുന്നത് ജലത്തിന്റെ ആർദ്രതയാണ് ഇവിടുത്തെ രസം എന്നുള്ള പ്രയോഗം. അപ്പൊ രസം ഈ ആർദ്രതയുടെ കാര്യരൂപമായ പ്രകടനമാകുന്നു ജലമെന്ന വ്യാവഹാരിക തലത്തിൽ നമുക്ക് വേദ്യമായിരിക്കുന്നത്. അപ്പൊ അവയിലെ ആ ജലത്തിന്റെ ഏത് ഭാഗത്തും ഈ ആർദ്രതയല്ല, രസം നിർത്താൽ മതി. ആർദ്രത സമം രസം. രസമല്ലാതെ ജലത്തിന്റെ ഏത് ഭാഗത്തും രസമല്ലാതെ മറ്റൊന്നില്ല. രസത്തിലാണ് ജലം നിൽക്കുന്നത്.
എങ്ങനെയെന്ന് ചോദിച്ചാൽ വസ്ത്രത്തിന്റെ ഏത് ഭാഗത്തും നൂലല്ലാതെ മറ്റൊന്നില്ല, നൂലിലാണ് വസ്ത്രം നിൽക്കുന്നത്. അപ്രകാരം രസത്തിലാണ് ജലം നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടാൽ നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായി തുടങ്ങിയെന്ന് സാരം. ആ രസത്തിൽ ജലം നിൽക്കുന്നു എന്നുള്ളതല്ല ഭഗവാൻ പറയുന്നത്, പകരം ആ രസം ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. അതായത് ഭഗവാനാണ് രസമായിട്ട് നിൽക്കുന്നത്, ആ രസത്തിലാണ് ജലം നിൽക്കുന്നത്. ഇത്രയും ഈ രീതിയിൽ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ വളരെ എളുപ്പമായിട്ട് മാറും. രസോഹം അപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂര്യോഹോ, ശശി സൂര്യോഹോ, ശശി ചന്ദ്രന്, സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രഭ ഞാനാകുന്നു. അതായത് സൂര്യനെയും ചന്ദ്രനെയും സൂര്യചന്ദ്രന്മാരാക്കി നിർത്തുന്നത് അവരുടെ പ്രഭയാകുന്നു. ഇവിടുത്തെ ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ച്, പ്രഭ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പ്രഭ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രഭ എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണാം, നമ്മൾ സൂര്യന്റെ ഊർജം എന്ന് പറയും. പക്ഷേ ഈ ഊർജം എന്നുള്ള ഒരു പ്രയോഗം, അല്ലെങ്കിൽ ശക്തി എന്നുള്ള പ്രയോഗം, അല്ലെങ്കിൽ തേജസ് എന്ന് പറയുന്നത് സൂര്യനോട് ബന്ധപ്പെടുത്തി ഈ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. ശക്തി, തേജസ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യന്റെ പോലെ തന്നെ രാത്രിയിൽ പ്രകാശം നൽകുന്ന ചന്ദ്രൻ ജ്വലിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നില്ല. ജ്വലനശേഷി ചന്ദ്രനില്ല. അതുകൊണ്ടാണ് ശീതകിരണവാൻ എന്നാണ് പറയുന്നത്. അത് ജലമയൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജ്വലിക്കാത്തവനാണ്, ജ്വാലയില്ലാത്തവനാണ്, ശക്തിയില്ലാത്തവനാണ്, തേജസ് ഇല്ലാത്തവനാണ്. അതുകൊണ്ട് തേജോമയനായിട്ടുള്ള ചന്ദ്രൻ എന്ന് പറയുന്നില്ല, പകരം അമൃതകിരണനായിട്ടുള്ള ചന്ദ്രൻ എന്നാണ് പറയുന്നത്. പ്രഭയാണ് ഇവിടെ ഉള്ളത്, അതായത് പ്രകാശമാണുള്ളത്. ധവള പ്രകാശവാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളതാണ് ഇവിടുത്തെ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നോക്കാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിക്കേ, പ്രഭാസ്മി ശശി സൂര്യോഹോ, പ്രഭ എന്നുള്ള വാക്ക് ഇവിടെ കാണാം. പ്രഭയാണ്, സൂര്യചന്ദ്രന്മാരിലെ പ്രഭ ഞാനാണ്. ആ പ്രഭ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൂര്യനെന്നും സൂര്യനെ പറയാൻ പറ്റത്തില്ല, ചന്ദ്രനെയും പറയാൻ പറ്റത്തില്ല. ഇത്രയേ അർത്ഥം എടുക്കാനുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനകത്ത് വാതക കോമ്പിനേഷൻ എന്താണെന്ന് ഇതിനകത്ത് പാറയുടെ അളവെടുക്കാനൊന്നും പോകരുത്. ജസ്റ്റ് ഒരൊറ്റ നോട്ടത്തിൽ എന്ത് കാണുന്നു അത്രയേ ഇവിടെ ആവശ്യമുള്ളൂ. കാരണം ഇത് ചന്ദ്രന്റെ സൂര്യന്റെയും ഘടന പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, ഇത് ഭഗവാന്റെ മഹിമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രണവ സർവവേദേഷു, അപ്രകാരം നമ്മൾ പ്രണവത്തിനെ കാണണം എന്ന്. പ്രണവം ഓംകാരത്തിനെ വേദം ആയിട്ട് നമ്മൾ കാണണം. ശബ്ദഖേ, ആകാശത്തിന്റെ ഗുണമായിട്ടാണ് നമ്മൾ ശബ്ദത്തെ കണ്ടത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ശബ്ദഖേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകാശത്തിന്റെ ഗുണമായ ശബ്ദമല്ല, പകരം ത്തിൽ നിൽക്കുന്ന ആകാശം. നേരെ തിരിച്ചങ്ങ് കാണണം. നൂലിൽ നിൽക്കുന്ന വസ്ത്രം എന്ന പോലെ ആകാശമായിട്ട് ഇവിടെ നിൽക്കുന്നത് ശബ്ദമാണ്. അതിനാൽ ശബ്ദമാണ്. നമ്മൾ ആകാശത്തെ അറിയുന്നില്ല, പകരം ശബ്ദത്തെ. പിന്നെ പൗരുഷം നൃഷു, അതുപോലെ പുരുഷന്മാരിലെ നൃഷു എന്ന് പറഞ്ഞാൽ ഇവിടെ പൗരുഷം എന്നുള്ള പ്രയോഗം. പൗരുഷം എന്ന് പറഞ്ഞാൽ സാധാരണ പുരുഷന്മാരോട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഇനി സ്ത്രീകൾക്ക് പൗരുഷം വേണമെങ്കിൽ അവർക്കും കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല. പൗരുഷം നൃഷു, നരന്മാരിലെ പൗരുഷവും ഞാൻ തന്നെയാകുന്നു ഹേ അർജുന. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.